ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ ഹീബ്രൂസാ പഠിച്ചുകൊണ്ടിരുന്നത്. ഹീബ്രൂസിലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു പോയിന്റ്, ന്യൂ ടെസ്റ്റാമെന്റില് പേര് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ കഥാപാത്രങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ ചിന്തിച്ചത് ശിംശോന്റെ ആയിരുന്നു. ശിംശോന്റെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു, അതിൽ ഇമ്പോർട്ടന്റ് കാര്യം ചിന്തിച്ചു. ശിംശോന്റെ ശക്തി പോയി തലമുടി പഠിച്ചപ്പോ, അല്ലേ? അതിന്റെ റീസൺ എന്തായിരുന്നു രാജു? ഈ തലമുടിയിൽ ശക്തി ഇരുന്നുകൊണ്ടാണോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ലെസൺ ആണ് ഇത് പഠിക്കേണ്ട. കാരണം നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിക്കും, തലമുടി പഠിച്ച് ശക്തി പോയി. അപ്പൊ എന്തായാലും തലമുടി പഠിച്ചപ്പോ ശക്തിവാൻ കാരണം? കഴിഞ്ഞ ആഴ്ച രാജു ഇല്ലായിരുന്നു. എന്തായാലും തലമുടി പഠിച്ചപ്പോ ശക്തിവാൻ കാരണം അതായത് വാട്ട്സ് കമാൻഡ്മെന്റ് എന്നുള്ളതല്ല, അതിന് സ്ട്രെസ് ചെയ്ത് പഠിച്ച പോയിന്റ് കവനന്റ് എന്നുള്ളതാണ്. കവനന്റ് ലംഘിച്ചാൽ ദൈവം എന്നും ഗോഡ് ഈസ് വെരി സീരിയസ്. കാരണം നസറീൻ വ്രതം നസിറൈറ്റ് ആണ്. NAZI. നസറീൻ ഈസ് ഡിഫറെന്റ്, നസിറൈറ്റ് ഈസ് ഡിഫറെന്റ്. നസറീൻ എന്ന് പറഞ്ഞാൽ നസ്രത്തിൽ ജീവിക്കുന്നവർ. യേശുക്രിസ്തു നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് നസ്രത്തിൽ ജീവിച്ചതുകൊണ്ടാണ്. ഹി വാസ് നോട്ട് എ നസിറൈറ്റ്. അപ്പോ കവനന്റ് ബ്രേക്ക് ചെയ്തു. കാരണം നസറൈറ്റ് വ്രതം ഉള്ളവന് തലമുടി പഠിക്കാൻ പാടില്ല. അത് സാധാരണ ടെമ്പററി ടൈമിന് നേർച്ച, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് എങ്ങനെ വേണമെങ്കിൽ ചെടുക്കാം. പക്ഷെ വേറെ ഗിദിയോൻ എന്ന് പറഞ്ഞാല് എങ്ങനെയായിരുന്നു? എത്ര നാളത്തേക്കുള്ള വ്രതമായിരുന്നു ബാബു? സാംസൺ ലൈഫ് ടൈം മുഴുവൻ നസ്രീറ്റ് ആയിരുന്നു. അപ്പം അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലെസൺ ലേൺ ചെയ്യാനുണ്ട്. കാരണം ഈ സാംസൺ പല തെറ്റുകൾ ചെയ്തു. ഈ തെറ്റ് ചെയ്തപ്പോ ഒക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നു, ഇല്ലേ? ആദ്യം എന്താ പറയുന്നത്, ആ ഒരു ഫിലിസ്ത്യൻ പെണ്ണിന്റെ അടുത്ത്, അല്ല കല്യാണം കഴിച്ച പെണ്ണിന്റെ അടുത്ത് രഹസ്യങ്ങളൊക്കെ പറഞ്ഞ കടങ്കഥയുടെയൊക്കെ പറഞ്ഞു. അന്നും അതെല്ലാം കഴിഞ്ഞ് അവസാനം അപ്പൊ ഓരോ സാഹചര്യത്തിൽ നിന്നും സാംസൺ രക്ഷപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. വേറൊരു സ്ഥലത്ത് സിറ്റിയിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ സിറ്റി ഗേറ്റ് എടുത്തോണ്ട് പോയി രക്ഷപ്പെട്ടു. അപ്പം സാംസൺ നോർമലി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ഓരോ തവണ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്ന. പക്ഷെ അവസാനം ഈ തലമുടി പഠിച്ച് കവനന്റ് ലംഘിച്ചു കഴിഞ്ഞപ്പോ അതിലൊരു ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ഈ ജഡ്ജസ് 16:20 എന്ന് വായിച്ചപ്പോ, ജഡ്ജസ് 16:20. ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ ആക്രമിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞ നേരം പോകും. കാര്യമൊന്നുമില്ല ശിംശോൻ. അതാ ദലീല. അത് ഞാൻ അത് നമുക്ക് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. അത് അവനവൻ ഇൻട്രസ്റ്റ് എടുത്ത് വായിക്കേണ്ടതല്ല. നമ്മളങ്ങനെ ഓരോ കംപ്ലീറ്റ് ഡീറ്റെയിൽ പഠിക്കാൻ പോയ ബൈബിൾ പഠനം ഒരിക്കലും തീരില്ല. അപ്പം ശിംശോന്റെ ഒരു ബലഹീനതയായിരുന്നു സ്ത്രീ. കാരണം വളരെ ദൈവത്താൽ എന്താ പറയുന്നത്, ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് നസ്രീൻ വ്രതക്കാരനായിട്ടൊക്കെ വന്നു. ദൈവത്തിന്റെ ചൈതന്യം സാംസണോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ എന്താ പറയുന്നത്, ദൈവത്തിന് വലിയൊരു മിഷൻ ചെയ്യാനുണ്ടായിരുന്നു സാംസൺ വഴി. പക്ഷെ നിസ്സാരമായിട്ടുള്ള ജഡിക ശക്തികളുടെ പിന്നാലെ പോയി ആദ്യമേ തന്നെ കവനന്റ് വയലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിച്ചതാ. എനിക്കൊരു ഫെലിസ്ത്യ പെണ്ണെ കണ്ടപ്പോ എനിക്കിത് മതിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീഴ്ച ആരംഭിച്ചു. അത് ദൈവഹിതമായിരുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാ. കാരണം നമ്മളൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിലും that is not the perfect will of the Lord. God will let it to happen. പ്രിഫറൻഷ്യൽ വില്ല ദൈവത്തിന്റെ. ഇപ്പം നമ്മൾ ചിന്തിച്ചത് ബിലിയാമിനോട് പോകണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത് ചോദിച്ചാൽ പോയിക്കോളാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുകൊണ്ടാണ് ഇഫ് യു ആർ നോട്ട് സ്പിരിച്വലി സെൻസിറ്റീവ്, നമുക്ക് പല നാശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും ദൈവത്തിൽ നിന്ന് തന്നെ. കാരണം ദൈവം ആരെയും നിർബന്ധിക്കില്ല. അത് ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറാണ്. ദൈവം ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല. അതിപ്പോ രക്ഷിക്കപ്പെടുന്ന കാര്യമാണെങ്കിലും ദൈവം ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല. എനി കമാൻഡ്മെന്റ്, ഒബീഡിയൻസ് ടു ദി കമാൻഡ്മെന്റ്, ദൈവം ആരെയും നിർബന്ധിക്കില്ല. കാരണം നിർബന്ധത്തിൽ നിന്നുള്ള ഫലത്തെ, ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട് ദൈവത്തിന് വേണ്ട. നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നത് മാത്രമേ കർത്താവിനെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പം ഈ ഫെലിസ്ത്യ സ്ത്രീയെ കല്യാണം കഴിച്ചു. അവിടെ നിന്ന് പോയി പിന്നെ 16 അധ്യായത്തിന്റെ അന്ന സെന്റൻസ് ഒന്നോടെ ഒന്ന് വായിച്ചപ്പോ 16:1.
ശിംശോൻ ഗസായിലേക്ക് പോയി. അവിടെ അയാൾ ഒരു വേശ്യയെ കണ്ടു. അയാൾ അവളെ പ്രാപിച്ചു. മതി. അപ്പോ ആ കേസ് ഡിഫറന്റ്. എന്നിട്ട് 4-ാം സെന്റൻസ് വായിച്ചു നോക്കി. പിന്നീട് സോറേ താഴ്വരയിലെ ഒരു സ്ത്രീയെ അയാൾ പ്രേമിച്ചു. അവളുടെ പേര് ദലീല. അപ്പൊ ഈ സാംസനെ പിശാച് വീഴ്ച ഏറ്റവും വലിയ ഇത് സ്ത്രീകൾ മുഖാന്തരം. അപ്പൊ പിശാച് ഈസ് എ സ്ട്രാറ്റജിസ്റ്റ്. ഓരോരുത്തരുടെയും ബലഹീനത എന്തെന്ന് പിശാചിന് നല്ലപോലെ അറിയാം. നമ്മൾ ചിന്തിച്ചതാ. അതായത് ഒരു മനുഷ്യനെ ഏത് ഫീൽഡിലാണ് ടെംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ബലഹീനതയുള്ള ഒരു ഫീൽഡിൽ മാത്രമേ ടെംപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പിശാചിന് പറ്റില്ല. പറ്റുമോ? അപ്പൊ സാംസന്റെ ബലഹീനത സ്ത്രീ ആയിരുന്നു. ആ ചാനലിലേക്ക് തന്നെ പിശാച് അറ്റാക്ക് ചെയ്തു. അത് സാംസന്റെ നാശത്തിൽ ചെന്ന് കലാശിച്ചു. എന്നിട്ട് നമ്മൾ 16-20 വായിച്ചു. അത് ഇനി ഒന്ന് വായിച്ചപ്പോ ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ ആക്രമിക്കുന്നു. അത് ഈ ദലീലയാണ്. ദലീല ഈ ശക്തിയുടെ രഹസ്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. സാംസൺ അത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ചില ആൾക്കാർക്ക് എങ്ങനെ, സ്ത്രീകൾ വലിയ ബലഹീനതയാണ്. ആണുങ്ങളോട് വലിയ രഹസ്യം, വലിയ ഇന്റിമസി ഒന്നും കാണത്തില്ല. പക്ഷെ സ്ത്രീകളോട് വലിയ അടുപ്പമായിരിക്കും. അപ്പോ ഈ 16-16 എന്ന് വെച്ച് അവൾ ദിവസം തോറും വാക്കുകൾ കൊണ്ട് അയാളെ നിർബന്ധിക്കുകയും ഞെരുക്കുകയും ചെയ്തപ്പോൾ അയാളുടെ ആത്മാവ് മരണവെറി പൂണ്ടു. അയാൾ തന്റെ മനസ്സ് മുഴുവൻ അവൾക്ക് വെളിപ്പെടുത്തി പറഞ്ഞു, ഗർഭപാത്രം മുതൽ ഞാൻ നസറീനാണ്. അപ്പോ ഓരോരുത്തരുടെ ബലഹീനത മനസ്സിലാക്കി ആ സോഫ്റ്റ് കോർണറിൽ അറ്റാക്ക് ചെയ്യാൻ ആർക്കറിയാം? പിശാചിനറിയാം. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നമുക്കെല്ലാം പല ബലഹീനതകൾ കാണും. അപ്പൊ നമുക്ക് ഇന്ന ഫീൽഡിലാണ് നമുക്ക് ബലഹീനത എന്ന് മനസ്സിലാക്കി ആ ഫീൽഡിൽ നമ്മൾ വളരെ അലേർട്ടാണെങ്കിൽ പിശാചിന് നമ്മളെ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലർക്ക് സ്ത്രീ ആയിരിക്കും ബലഹീനത, ചിലർക്ക് പണമായിരിക്കും ബലഹീനത, പലർക്കും പലതും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓരോരുത്തരുടെ ബലഹീനത. പക്ഷെ അവനവൻ അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് ഇന്ന ഫീൽഡ് വീക്ക്നെസ് ആണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് വാർഫെയർ കുറേയോടെ ഈസി ആവും. അപ്പൊ ഇവിടെ ദലീലയ്ക്ക് എല്ലാ രഹസ്യവും പറഞ്ഞു കൊടുത്തു. അവള് യാതൊരു ആത്മാർത്ഥത ഇല്ലാതിരുന്ന സ്ത്രീയാ. ഫെലിസ്ത്യ പ്രഭുക്കൾ ഇവളെ ബ്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ തലമുടിയെല്ലാം മുറിച്ചു കളഞ്ഞു. ഇനിയുള്ള സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 16-20 വായിക്കുമ്പോ ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ ആക്രമിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അയാൾ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റു സന്ദർഭങ്ങളിൽ എന്ന പോലെ തട്ടിക്കുടഞ്ഞ് സ്വതന്ത്രനായി ഞാൻ ഇറങ്ങിപ്പോകും. തന്നെ കർത്താവ് വിട്ടുപോയെന്ന് അയാൾ അറിഞ്ഞില്ല. അതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇത് നമുക്കെല്ലാം പറ്റാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പൊക്കെ ഫെലിസ്തീനെ ഈ ഫെലിസ്തീനും അവരെല്ലാം ട്രാപ്പ് ചെയ്തപ്പോ സാംസൺ രക്ഷപ്പെട്ടു പോയി. ഒരു സിറ്റി ഗേറ്റ് അടച്ച് പിടിക്കാൻ നോക്കിയപ്പോ സാംസൺ സിറ്റി ഗേറ്റും എടുത്തോണ്ട് പോയി. അപ്പൊ എല്ലാ സാഹചര്യത്തിലും രക്ഷപ്പെട്ടതുകൊണ്ട് സാംസൺ എന്ത് ചിന്തിച്ചു? ഈ സാഹചര്യത്തിൽ അപ്പൊ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന പറ്റരുതാത്തതും പറ്റാവുന്നതുമായിട്ടുള്ളൊരു ഡേഞ്ചറാണ്. നമ്മൾ ആരായിരിക്കുന്നോ അത് ദൈവകൃപയാലാണെന്ന് പലപ്പോഴും മറന്നുപോകും. പലപ്പോഴും ചിന്തിക്കും നമ്മുടെ മിടുക്കൊണ്ടാണ്, നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടാണ്, നമ്മുടെ ക്വാളിറ്റി കൊണ്ടാണ്, അല്ലെ നമ്മുടെ ഇല്ലോക്വൻസ് കൊണ്ടാണ്. പക്ഷെ 100% നമ്മൾ എന്തായിരിക്കുന്നു അത് കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രം. സാംസന് പറ്റിയ തെറ്റിതാ. സാംസന്റെ ശക്തി ഈ കർത്താവുമായിട്ടുള്ള കവനന്റ് ആയിരുന്നു. സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്നുള്ളത് കുറെ കാലം കഴിയുമ്പോൾ മറന്നുപോയി. ആദ്യം ദൈവികനായിട്ട് ജീവിച്ച ആളാ. അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം സാംസനോട് കൂടി ഉണ്ടായിരുന്നു. കുറെ കാലം ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് കുറേ മിടുക്കൊക്കെ ഉണ്ട്, നമ്മുടെ പ്രാപ്തിയുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ആ കാര്യം ചെയ്യാൻ. അതായത് ബുദ്ധിമാന്മാരെ അവരുടെ തന്നെ കൗശലത്തിൽ ദൈവം കൊടുക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചൊരു കാര്യം, ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്വിമ്മർ ഉണ്ടായിരുന്നു. അതായത് വലിയ മലവെള്ളത്തിലൊക്കെ പുഴ നീന്തി കിടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വളരെ കൂളായിട്ട് ഒരു കൈ കൊണ്ട് നീന്തി കിടക്കുമായിരുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ അഹങ്കാരം എന്നല്ല ഞാൻ പറഞ്ഞു, മീൻസ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കോണ്ടംപ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ദൈവമാണ് നമുക്ക് തന്നതെന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പൊ വലിയ വെള്ളത്തില് ഇങ്ങനെ മീൻ പിടിച്ചിട്ട് തലയിൽ വലയും വെച്ച് ഒരു കൈ കൊണ്ട് തലയിൽ വല വെച്ച് മറ്റേ കൈ കൊണ്ട് നീന്തി ക്രോസ് ചെയ്യും. ഈ നടുക്ക് ചെന്നപ്പോ ഈ വല തലേന്ന് അങ്ങ് റിലീസ്ഡ് ആയിപ്പോയി. ഇങ്ങനെ വലക്കകത്ത് വിട്ടുപോയി, മരിച്ചുപോയി. നടന്ന സംഭവം. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തില് നമ്മള് ഈ ഫസ്റ്റ് ഡേയില് അല്ലെങ്കിൽ കർത്താവിലോട്ട് വന്ന് കർത്താവിൽ നിന്ന് വലിയൊരു സഹായം കിട്ടുമ്പോ
ആ ഉണ്ടായിരിക്കുന്ന താങ്ക്ഫുൾനെസ് ഒരു 20 years കഴിയുമ്പോൾ ഉണ്ടാകാൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ആൾക്കാര് ട്രാപ്ഡ് ആകുന്നതും ബലഹീനത പ്രാപിക്കുന്നതും നഷ്ടപ്പെടുന്നതും നാശം സംഭവിക്കുന്നതിന്റെ എല്ലാം കാരണം ആദ്യം ഉണ്ടായിരുന്ന ചൂട് അവസാനം ഉണ്ടാകത്തില്ല. ഇപ്പൊ സാംസന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പലതവണയും ദൈവം രക്ഷിച്ചു, പക്ഷെ നെക്സ്റ്റ് ടൈം ദൈവം രക്ഷിച്ചോളുന്നില്ല. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മൾ വിചാരിക്കും സാംസൺ വിചാരിച്ച് എല്ലാ തവണയും രക്ഷിച്ചുകൊണ്ടിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിട്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. നെക്സ്റ്റ് ടൈം രക്ഷിച്ചില്ല. ഇസ്രായേൽക്കാര് അവര് മരുഭൂമിയിൽ നിന്ന് പോന്നിട്ട് അവര് പലതവണ ദൈവത്തോട് മത്സരിച്ചു. അപ്പൊ ദൈവം മോശയുടെ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലെ അവര് പ്രാർത്ഥിച്ചു, ഇവര് പ്രാർത്ഥിച്ചു. ഓരോ തവണയും ദൈവം ക്ഷമിച്ചോണ്ടിരുന്നു. ഒരു തവണ ക്ഷമിച്ചു, 2 തവണ ക്ഷമിച്ചു, 3 തവണ ക്ഷമിച്ചു, 4 തവണ ക്ഷമിച്ചു, 5 ക്ഷമിച്ചു, 6, 7, 8, 9ാമതും ക്ഷമിച്ചു. അപ്പൊ നാച്ചുറലി അവരെന്ത് ചെയ്യും? 10ാമത് ദൈവം പറഞ്ഞു ദാറ്റ് the 9th was final, 10th no chance. അതുകൊണ്ടാണ് സ്പിരിച്വൽ വിസ്ഡം ഈസ് ഡിഫറെന്റ് ഫ്രം ലോകത്തിന്റെ വിസ്ഡവും സ്പിരിച്വൽ വിസ്ഡമായിട്ട് ഒരു ബന്ധമില്ല. സ്പിരിച്വൽ വിസ്ഡം ഉണ്ടെങ്കിൽ സ്പിരിച്വൽ വിസ്ഡം ഉള്ള ആൾ ഒരിക്കലും സെക്കൻഡ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നോ. ബുദ്ധിയുള്ള മനുഷ്യൻ ലോകത്തിൽ പറയാറുണ്ട് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ, ഇല്ലേ? നല്ല ബുദ്ധിമാനായിട്ടുള്ളവൻ അല്ല മറ്റുള്ളവരുടെ ഫെയിലറിൽ നിന്ന് പഠിക്കും. ഇത്തിരിയോടെ ബുദ്ധി കുറഞ്ഞവൻ, സ്പിരിച്വൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ല, ലോകത്തിലെ ബുദ്ധിയല്ല, ഇത്തിരിയോടെ ബുദ്ധി കുറഞ്ഞവൻ സ്വന്തം പരാജയത്തിൽ നിന്ന് പഠിക്കും. ഇനി ഒരു തേർഡ് കാറ്റഗറി ഉണ്ട്. ആരാ? അതായത് സ്വന്തം അനുഭവം ഉണ്ടായാലും പഠിക്കില്ല. ദർ ഇസ് നോ അതർ വേ ബട്ട് ടു ഗെറ്റ് ഡിസ്ട്രോയിഡ്. അപ്പൊ ഇതില് സാംസണിനെ പറ്റി തെറ്റ് നമുക്കും പറ്റും. ദൈവം സാംസനെ വിട്ടുപോയി എന്നുള്ളത് സാംസൺ മനസ്സിലാക്കിയില്ല. നമ്മുടെ ജീവിതത്തില് ഈ കണ്ടീഷനിൽ ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണും. നമ്മൾ പലപ്പോഴും ദൈവത്തോട് നിസ്സംഗത മനോഭാവത്തോടു കൂടി, അല്ല ദൈവം പലതവണ സംസാരിച്ചിട്ടും പലതവണ ഇടപെട്ടിട്ടും നമ്മളത് ഗൗരവമായിട്ട് എടുക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കർത്താവ് നമ്മളെ ഓൾറെഡി വിട്ടുപോയിട്ടുണ്ടാവും, നമ്മൾ അറിയില്ല. പിന്നെ ഈ സഭാപ്രസംഗിയിൽ സോളമൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ അവിചാരിതമായിട്ട് വന്നുപെടുന്ന ദുരിതത്തിൽ ചെന്നുപെടുന്നു. റെഫറൻസ് കറക്റ്റ് ഓർക്കുന്നില്ല, 9:12 ആണെന്ന് സംശയമുണ്ടെന്ന് വെച്ചാൽ സഭാപ്രസംഗി 9:12 നോക്കിപ്പോ. മനുഷ്യന് തന്റെ കാലം അറിഞ്ഞുകൂടാ, വിനാശകരമായ വലയിൽ കുടുങ്ങുന്ന മനുഷ്യങ്ങളെ പോലെ, കെണിയിൽ കുടുങ്ങുന്ന പക്ഷികളെ പോലെ, മനുഷ്യപുത്രൻ അവിചാരിതമായി വന്നുപെടുന്ന ദുഷ്കാലത്തിൽ. അതെ, ഇത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഇത് സോളമൻ ആസ്വറാസ് ഈ മനുഷ്യന്റെ ബുദ്ധി, ലിറ്ററൽ ബുദ്ധി എടുത്തു നോക്കിയാല് സോളമനോടും ബുദ്ധിമാനായിട്ട് ആരും ലോകത്തിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് സോളമന്റെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്നാൽ ദൈവത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ, ഈ ദൈവത്തിൽ നിന്ന് പോയിട്ട് എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗി. അതുകൊണ്ട് ഇതിനകത്ത് ശരിയും തെറ്റും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ബുക്ക് ഇത്. എന്തിനു വേണ്ടി ദൈവം ഇത് ബൈബിളിൽ ഉൾപ്പെടുത്തിയെന്ന് എന്തിനാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാല് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. കാരണം ഒരു ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോയി കഴിഞ്ഞാൽ വന്നുപെടാവുന്ന എന്താ പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള അല്ലെ ദൈവത്തെ സംബന്ധിച്ച് വന്നുപെടാവുന്ന ബുദ്ധിശൂന്യതയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഇത് ബൈബിളിൽ വെച്ചേക്കുന്നത്. കാരണം സോളമൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യന്റെ ആത്മാവ് അടിയിലേക്കാണോ മൃഗത്തിന്റെ ആത്മാവ് പോണ പോലെയാണോ എന്നറിയില്ല, മരണശേഷം എന്താണെന്നറിയില്ല, മൃഗത്തിനും മനുഷ്യനും ഒരു ഗതി തന്നെയാണോ. നമുക്ക് സോളമൻ ചെന്നുപെട്ട അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. അപ്പൊ ദൈവത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ സോളമൻ ഒരു സമയത്ത് ദൈവത്തിന് വേണ്ടി ഏറ്റവും പ്രിയങ്കരനായിട്ട് ജീവിച്ച ആളാണ്. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് ഒന്നുകൂടെ വെച്ച് പോകും 9:12 വളരെ നമുക്കെല്ലാം ബാധകമാണ്. ഒന്ന് ആലോചിച്ചോ, ചിന്തിച്ചു നോക്ക്. മറ്റന്നാൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. മനുഷ്യന് തന്റെ കാലം അറിഞ്ഞുകൂടാ. എന്നിട്ട് വിനാശകരമായ വലയിൽ കുടുങ്ങുന്ന മത്സ്യങ്ങളെ പോലെ, കെണിയിൽ കുടുങ്ങുന്ന പക്ഷികളെ പോലെ മനുഷ്യപുത്രൻ അവിചാരിതമായി വന്നുപെടുന്ന ദുഷ്കാലത്തിൽ കുടുങ്ങുന്നു. അതെ, മനുഷ്യപുത്രൻ അവിചാരിതമായെന്ന് പറഞ്ഞാൽ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉള്ള സിറ്റുവേഷനിൽ ചെന്ന് എഴുതിയേക്കുന്നുണ്ട്. അവിചാരിതമായി വന്നുപെടുന്ന ദുഷ്കാലത്തിൽ ഇത് മനുഷ്യന്റെ ഗതിയാ. എന്നാലോചിച്ച് നോക്ക്. ചില മനുഷ്യർ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പിടിച്ചു, അല്ലെങ്കിൽ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന് പെടാറുണ്ട്. അത് ഈ പറഞ്ഞേക്കുന്നത് മത്സ്യം നോക്ക്, മത്സ്യം വളരെ ഹാപ്പി ആയിട്ട് കടലിനകത്ത് ജീവിക്കുക. അപ്പൊ കടലിൽ ജീവിക്കുമ്പോൾ നല്ല ഫ്രീഡം ആണല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്നത്. പക്ഷെ ഈ വല വരുന്ന അറിയില്ല, പക്ഷിക്ക് കെണി കുടുക്ക് വെച്ചേക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ ചെന്ന് പെടുന്നു. അപ്പൊ ഈ സാംസന്റെ കാര്യം നമ്മൾ ചിന്തിച്ച, സാംസൺ വിചാരിച്ചു ഹി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, ദൈവം എന്റെ കൂടെ ഉണ്ടാവുന്നു.
അത് ഈ കർത്താവിന് ജീവിതം കൊടുത്ത പലർക്കും പറ്റുന്ന ഒരു വലിയ അപകടം. നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവ് സഭ വിട്ടു, ഈ സഭ വിട്ടു, ഇനി ദൈവം എന്റെ കൂടെ ആയിരിക്കുന്നുണ്ടോ? കർത്താവിനെ ആർക്കും പോക്കറ്റ് വെക്കാൻ പറ്റത്തില്ല. ഇഫ് യു ആർ സിൻസിയർ ടു ദി ലോർഡ്, ദൈവഭയത്തിലും ദൈവഭക്തിയിലും എന്താ പറയുന്നത്, ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിച്ച ദൈവം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ വായിക്കുന്നത് ദൈവം അഹങ്കാരികളെ, നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരം വന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നു മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രാവർത്തിയാക്കും. നമ്മൾ കോപം വന്ന ദൈവം കൂടെ ഉണ്ടാകത്തില്ല. അകലെ മാറിയെന്ന് ബൈ ബൈ പറയും കർത്താവ്. അതുപോലെ നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടായാൽ ദൈവം മാറിയെന്ന് ബൈ ബൈ പറയും. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കത്തോലിക്ക സഭയിൽ നിന്ന് മാറി പെന്തിക്കോസ് സഭയിൽ പോയി, അല്ലെ യാക്കോബ സഭയിൽ നിന്ന് മാറി ഇങ്ങനെ സഭയിൽ പോയി, അപ്പൊ കർത്താവ് എന്റെ കൂടെയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആരാ? സാംസൺ. സാംസനെ അവസാനം ഫിലിസ്തീനെ ബന്ധിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗോതമ്പ് പൊടിക്കാൻ വേണ്ടി എന്താ പറയുന്നത് ജയിലിലായി കഴിഞ്ഞപ്പോഴാണ് സാംസൺ മനസ്സിലാകുന്നത് ഇത് ദലീലയുടെ കൂടെ പോയത് ശരിയായില്ല, കണ്ട വേശ്യ സ്ത്രീകളുടെ എല്ലാം കൂടെ പോയത് ശരിയായില്ല. ആദ്യം അപ്പനും അമ്മയും പറഞ്ഞതായിരുന്നു ഈ ഫിലിസ്തീൻ സുന്ദരിയെ കല്യാണം കഴിക്കാൻ പോണ്ടാന്ന്. ഇതെല്ലാം തെറ്റായി പോയെന്ന് ജയിലറെ കിടന്ന് ചിന്തിച്ചു. ബൈ ദാറ്റ് ടൈം ഹി ലോസ്റ്റ് ഹിസ് ഐസ്, എല്ലാ ശക്തിയും പോയി, ബന്ധനത്തിലായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് എഴുതി തന്നേക്കും. നമ്മൾ വായിക്കുന്നുണ്ട് കൊറിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയാ, ഇതെല്ലാം ഒരു മുന്നറിയിപ്പായിട്ട് സംഭവിച്ചു, ഒരു പാഠമായിട്ട് സംഭവിച്ചു, നമുക്ക് വേണ്ടി, നമുക്ക് പഠിക്കാൻ വേണ്ടി ഇത് രേഖപ്പെടുത്തി കിട്ടിയിരിക്കുക. അപ്പൊ സാംസന്റെ ജീവിതത്തില് സാംസൺ ചിന്തിച്ചെന്താ, നമുക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യം, എസ്പെഷ്യലി കർത്താവിന്റെ കാര്യത്തിൽ ഇത്തിരി ഉത്സാഹമായിട്ട് പ്രാർത്ഥിക്കുകയും ബൈബിൾ പഠിക്കുകയും അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുകയും രണ്ടുപേരോട് സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന് പറ്റാവുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. അതായത് കർത്താവ് എന്റെ കൂടെ ഉണ്ട്. നോ, ലോങ് ബാക്ക് ഹി സെഡ് ഗുഡ് ബൈ ടു യു. ലോങ് ബാക്ക് കർത്താവിനെ അങ്ങനെ കിട്ടത്തില്ല ഒരിക്കലും. എത്രത്തോളം കാലം നമ്മൾ ഭക്തിയോടും വിറയലോടും അനുസരണത്തോടും കൂടി നിൽക്കുന്നോ, ഓൺലി ടു ദാറ്റ് എക്സ്റ്റെന്റ് ലോർഡ് വിൽ ബി വിത്ത് us. സാംസൺ വിചാരിച്ചു കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും പറ്റും നമ്മുടെ ജീവിതത്തില്, ഇഫ് ദർ ഇസ് വൺ ഡിസൊബീഡിയൻസ്, ഈ റെവലേഷൻ ചാപ്റ്റർ 3 എടുക്കുമ്പോ one disobedience, one unrepented sin. ആദവയ്ക്കും ഏതൻ നഷ്ടമായത് ഒരു സീരീസ് ഓഫ് സിൻ ചെയ്തിട്ടല്ല. ആണോ? വൈ? only one disobedience. ആഖാനും കുടുംബം നശിച്ചത് only one sin. അത് ഒത്തിരി പാവങ്ങൾ ചെയ്തിട്ടാണ്. ഒരു കൽപ്പനയെ ലംഘിച്ചുള്ളൂ, ജെറിക്കോയിൽ നിന്ന് അർപ്പിത വസ്തുക്കൾ ഒന്നും എടുക്കരുത്. റെവലേഷൻ 3 അല്ല 2 1 തുടങ്ങി വായിക്കുമ്പോ ശ്രദ്ധിക്കണേ. അത് എനിക്ക് വളരെ ഹൃദയസ്പർശിയ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ 2-1 തുടങ്ങി വായിച്ചു. എഫേസോസിലെ സഭയുടെ മാലാഖയ്ക്ക് എഴുതുക, വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിക്കുകയും സ്വർണം കൊണ്ടുള്ള 7 വിളക്കുകാലുകളുടെ മധ്യേ സഞ്ചരിക്കുകയും ചെയ്യുന്നവന്റെ വാക്കുകൾ. നിന്റെ പ്രവൃത്തികളും അധ്വാനവും ക്ഷമാപൂർവമായ സഹനവും ദുഷ്ടന്മാരെ സഹിക്കാനുള്ള നിന്റെ ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരീക്ഷിച്ച് അവർ നുണയന്മാരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നീ ക്ഷമാപൂർവം സഹിക്കുന്നു എന്നും എന്റെ നാമത്തെ ചൊല്ലി പീഡകൾ അനുഭവിച്ചിട്ടും നീ തളരാതെ നിൽക്കുന്നു എന്നും എനിക്കറിയാം. എന്നാൽ നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. മതി. അതായത് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അതായത് നിന്റെ അധ്വാനം, നിന്റെ പ്രവൃത്തി, കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വണ്ടി ഓടിച്ച് ഫെലോഷിപ്പിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പലരോട് സുവിശേഷം പറയുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിനെ എന്താ പറയുന്നത്, കർത്താവിന് വേണ്ടി പലതും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി കള്ള അപ്പസ്തോലന്മാരെ കുറിച്ച് നല്ലപോലെ അറിയി, സുവിശേഷ കോളത്തിലെ കള്ളന്മാരെ നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പസ്തോലന്മാരെന്ന് വിളിക്കപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരീക്ഷിച്ച് അവർ നുണയന്മാരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കള്ളനാണയങ്ങളെ നല്ലപോലെ തിരിച്ചറിയാനുള്ള സ്പിരിച്വൽ ഡിസേൺമെന്റ് ഉണ്ട്, ബുദ്ധിയുണ്ട്. ഇത് കർത്താവിന്റെ മാർഗം അല്ല, ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ അതിനുള്ള ബുദ്ധിയും ബോധം എല്ലാം ഉണ്ട്. സോ എന്താ പറയുന്നത്, നമ്മളെക്കാളൊക്കെ വളരെ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ചർച്ച അല്ലെ വ്യക്തിയാണ്. ഇതൊരു ഇൻഡിവിജ്വലിനും സഭയ്ക്കും ഉള്ള ലെറ്റർ. ഇൻഡിവിജ്വൽ മീൻസ് ആ ചർച്ചയിലെ ദൂതൻ, മീൻസ് മെസ്സേജ് കൊടുക്കുന്ന ആൾ, ആ ആൾക്കുള്ള ലെറ്ററാ. അപ്പോ
അപ്പൊ അങ്ങേർക്ക് കള്ളനാണയങ്ങൾ നല്ലപോലെ തിരിച്ചറിയാം. കർത്താവിന്റെ നാമത്തിൽ പൈസ ഉണ്ടാക്കുന്നവരെ അറിയാം, ദുരുപദേശം കൊടുക്കുന്നവരെ അറിയാം, ഡ്യൂപ്ലിക്കേറ്റ്സിനെ തിരിച്ചറിയാനുള്ള സ്പിരിച്വൽ ഡിസേൺമെന്റ് ഉള്ള ഒരു ചർച്ച എഫേഷ്യൻ ചർച്ച്. അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭയാ. പൗലോസ് 3 വർഷം അവിടെ താമസിച്ച് എന്താ പറഞ്ഞ രാപകലെന്നേ അവരെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് 3 വർഷം രാപകലെന്നേ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഒരു 1000-1500 പ്രസംഗം കേട്ടുള്ള സഭ ഇത്. അപ്പൊ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. നീ ക്ഷമാപൂർവ്വം സഹിക്കുന്നു എന്നും എന്റെ നാമത്തെ ചൊല്ലി പീഡകൾ അനുഭവിച്ചിട്ട് നീ തളരാതെ നിൽക്കുന്നു എന്നും എനിക്കറിയാം. അതായത് കർത്താവിനെ പ്രതി കഷ്ടങ്ങൾ വന്നു, മറ്റുള്ളവർ പരിഹസിച്ചു, കളിയാക്കി, അല്ലെ ബന്ധക്കാരുടെ പീഡനം സഹിക്കേണ്ടി വന്നു, പരിഹാസം സഹിക്കേണ്ടി വന്നു. ബട്ട് ഐസ് ആർ ഫിക്സ്ഡ് ഓൺ ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർണ്ണത നൽകുന്നവനുമായുള്ള കർത്താവിൽ കണ്ണുറപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തി അല്ലെ സഭയാ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കർത്താവ് എടുക്കണ്ട മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞു കായ്ക്കുന്ന ചില്ലയെ കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടിയൊരുക്കും. കായ്ക്കാത്തതിനെ കുറിച്ച് വലിയ സ്കോപ്പില്ല. അപ്പോ എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവോട് പറയാ അതിന്റെ 4ാം സെന്റൻസ്, എന്നാൽ നിനക്കെതിരെ. കാരണം ബൈബിളില് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. അതാ നമ്മൾ അറിയേണ്ടത്. നമ്മൾ എല്ലാവരും ഒരു ബേസിക്കലി ഒരു ഉഴപ്പൻ നേച്ചർ ഉള്ളവരെ. കുഴപ്പ നേച്ചർ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. പലരോടും ചോദിക്കാൻ പറയാം ഇപ്പൊ എങ്ങനെയുണ്ട്, കർത്താവിന് എങ്ങനെയുണ്ട്, എന്താ പറയുന്നത് ദീപു? സാധാരണ കുഴപ്പമില്ലാതെ പോകുന്നു. അത് ഏറ്റവും വലിയ കുഴപ്പം. ഈ കർത്താവ് കുഴപ്പമില്ലാതെ പോകുന്നു പറഞ്ഞാല് ഏറ്റവും വലിയ കുഴപ്പന്മാരുടെ ഒരു ലക്ഷണമാണ്. മീൻസ് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ പ്രഷർ രോഗികൾ ഗുളിക കഴിക്കുന്ന പോലെ രാവിലെയും വൈകുന്നേരം ഒന്ന് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, ബൈബിളൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, വ്യഭിചാരം ചെയ്യാനും കൊലപാതകം ചെയ്യാനും ഒന്നും പോകുന്നില്ല. പിന്നെ ആരെയും എന്താ പറയുന്നത് പറ്റുന്ന ഉപകാരമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തിൽ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലേ? സാധാരണ എല്ലാ മനുഷ്യരും പറ്റുന്ന ഉപകാരം ചെയ്യും അല്ലേ? പിന്നെ ചിലർ പറയും ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല, എന്നാ പറ്റുന്ന ഉപകാരമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അങ്ങനെയുള്ളവരുടെ ഒരു ജീവിത പാന്താവല്ല കർത്താവിന്റെ ജീവിതം. കർത്താവിന്റെ ജെറമിയ 48:10 അപ്പൊ ഇവിടെ അതൊന്ന് വായിച്ചോട്ടോ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാല് ഇങ്ങനെ നല്ല മനുഷ്യനായതുകൊണ്ട് കർത്താവ് വിടാത്തെ. ഇങ്ങനെ ഒരു ഉഴപ്പനായിരുന്നെങ്കിൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം പറയാം. ഈ 48:10 ഒന്ന് വായിച്ചപ്പോ, കർത്താവിന്റെ ജോലി ഉദാസീനമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതെ, കർത്താവിന്റെ കാര്യത്തില് ചൂടില്ലാത്തവൻ ഹീസ് എന്താ പറയുന്നത് ദൈവത്തിന് വേണ്ടാത്തൊരു വ്യക്തി. റെവലേഷനിൽ നമ്മൾ വായിച്ചു നിനക്ക് തണുപ്പുമില്ല ചൂടുമില്ല, നിന്നെ എനിക്ക് വേണ്ട, ഐ എം ഗോയിങ് ടു സ്പിറ്റ് യു ഔട്ട് ഓഫ് മൈ മൗത്ത്. മൗത്ത് എന്ന് പറഞ്ഞാൽ വായിന്ന് തുപ്പിക്കളയുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്താക്കുക, അല്ലെ സഭയിൽ നിന്ന് അവനെ ഉപേക്ഷിക്കാൻ പോവാന്ന വാക്കിന്റെ അർത്ഥം. അതായത് തണുപ്പില്ല ചൂടുമില്ല. അങ്ങനെയുള്ളവർക്കുള്ളൊരു ജീവിത വഴിയല്ല ഞാൻ പറയുന്നേക്ക്. കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല, ഉണ്ടോ? നോ ഫോഴ്സ്. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കരുത് ഇത് സാധാരണക്കാരെ പോലെ ജീവിച്ച് ഒരു എന്താ പറയുന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ഒരു മാർഗമെന്ന് വിചാരിക്കരുത്. സാധാരണക്കാരെ പോലെ ജീവിച്ച് എത്തിപ്പെടാനായിട്ട് ആർക്കും ചെന്ന് കയറാവുന്ന ഒരു സ്ഥലമുണ്ട് ഇല്ലേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ദൈവത്തിൽ വിശ്വസിക്കണ്ട, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കുഴപ്പമില്ല. എല്ലാവർക്കും ചെന്ന് കയറാനായിട്ട് ഒരു സ്ഥലം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? ഇല്ലേ ബാബു? എല്ലാവർക്കും ചെല്ലാനൊരു സ്ഥലം ഇല്ലേ? ബൈബിള് പറയുന്നത്, ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ആളാ, ഇറ്റ് ഈസ് കോൾഡ് ദി ലേക്ക് ഓഫ് ഫയർ. തീയും ഗന്ധവും എരിയുന്ന തീ പൊയ്യുക എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാല് ഇത് എന്താ പറയുന്നത് ചർച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കത്തോലിക്ക സഭ, യാക്കോബ സഭ, പെന്തിക്കോസ്ത് സഭ എന്നുള്ള അർത്ഥത്തിലല്ല. ചർച്ച് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? മീൻസ് വലിയൊരു കൂട്ടത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു കൂട്ടം. വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് മലാഖി പ്രവചനത്തിൽ, അവര് ദേ ആർ എ പെക്കൂലിയർ ട്രഷർ ഫോർ മീ. എനിക്കൊരു പെക്കൂലിയർ ട്രഷറാണ്. അത് വോളണ്ടറി ആയിട്ട് ഇതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്ന പൗലോസ് കൊറിന്ത സഭയോട് പറയാ, നിങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവരാ. ദാറ്റ് മീൻസ് സാധാരണക്കാരുടെ ഒരു ജീവിതം അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, ആണോ? നോ. അപ്പൊ ഇവിടെ ഇവര് നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം പറയുകയാണ് വി ആർ സ്റ്റിൽ ലാക്കിംഗ് ഇൻ 10 things അല്ല, ഇതിന് ഒരു കുറവുണ്ട്. കാരണം നമ്മിൽ ഒരു കുറവും കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അബ്രാഹത്തെ വിളിച്ചപ്പോ അബ്രാഹത്തോട് ദൈവം എന്താ പറഞ്ഞു? 17 വേഴ്സ് ജെനിസിസ് 17:1 and 2 വായിക്കുമ്പോ
വിശ്വാസികളുടെ പിതാവാരാ അറിയാലോ? അറിവോ? അബ്രാഹാം. 17:1 വായിക്കുമ്പോ ഇംഗ്ലീഷിൽ ഈ കിങ് ജെയിംസ് വേർഷൻ വായിച്ചു. And when Abraham was 90 years old and 9, the Lord appeared to Abraham and said unto him, I am the Almighty God, walk before me and be thou perfect. And be thou കാരണം വിശ്വാസികളുടെ പിതാവ്. കാരണം നിയമം വരുന്നതിന് മുമ്പ് വിശ്വാസത്താലുള്ള നീതീകരണം ദൈവം ഡിക്ലെയർ ചെയ്തു. അറിയാവുന്ന കാര്യം, നമ്മൾ എന്നും ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെ? നിയമം വരുന്നതിന് കാരണം ദൈവം നേരത്തെ ഉറപ്പിച്ച ഒരു ഉടമ്പടിയെ ദൈവത്തിന് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിയമം വന്നപ്പോൾ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ മാറിയോ റീസൺ? അതൊക്കെ ബൈബിളിൽ എഴുതിയേക്കുന്ന, ഗലാത്യ ലേഖനത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്ന കാര്യം. അപ്പം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പൊ അന്ന് അബ്രാഹാം ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ആ കർത്താവായ യേശുക്രിസ്തു വന്നിരുന്നില്ല. പാപക്ഷമായ എല്ലാ തലമുറകളിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അബ്രാഹത്തോട് പറയുന്നത് വോക്ക് ബിഫോർ മീ, ബി ദൗ പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അലർജി ഉള്ള വേർഡാ, നോ. അപ്പൊ അബ്രാഹത്തോട് പറഞ്ഞു ബി പെർഫെക്റ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പെർഫെക്ഷനിൽ കുറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും ദൈവം ഹാപ്പി ആകത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത്രേ ഉള്ളൂ. ക്ലിയർ കോൺഷ്യൻസ്, നമ്മൾ ചിന്തിച്ച പോലെ തന്നെ വിനീതമായിട്ടുള്ള ഹൃദയം, ദൈവത്തിന്റെ വചനത്തിനുള്ളിൽ വിറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, നമ്മൾ ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് കാൽക്കുലസ് അറിയില്ല എന്ന് പറഞ്ഞത് ഇംപെർഫെക്റ്റ് ആന്ന് പറയോ? പഠിക്കാൻ മോശമെന്ന് പറയോ? ഇല്ല. അതായത് നമുക്ക് മനസ്സിലാക്കി കിട്ടിയിരിക്കുന്ന സത്യങ്ങള് 100% ഒബീഡിയൻസ് ആൻഡ് എ ഹംബിൾ ഹാർട്ട്, ഹ്യൂമിലിറ്റി ഓഫ് ദി ഹാർട്ടും ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡും ഉണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അത്രേ അറിയാവുള്ളൂ, ഹി ഈസ് പെർഫെക്റ്റ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന സത്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശുദ്ധ മനസാക്ഷി ആചരിച്ച് ജീവിക്കുന്നവരെല്ലാം പെർഫെക്റ്റ് അല്ല. നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പെർഫെക്റ്റ് ആയേക്കുന്ന പോലത്തെ പെർഫെക്ഷൻ അല്ല, നോ. അപ്പൊ ഇതില് നമ്മുടെ ജീവിതത്തില് എന്താ പറയുക, കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങളില് ഏനി ഡിസൊബീഡിയൻസ്, ഏനി എന്താ പറയുന്നത്, മറ്റേതെങ്കിലും ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ പക, പിണക്കം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാംസന്റെ ഗതി തന്നെയാണ്. നമുക്ക് കർത്താവ് കൂടെ ഉണ്ടാകത്തില്ല. കർത്താവ് ഒരു കാര്യം ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാം പ്രശ്നമായിരിക്കും. ജോലിയെല്ലാം ചെയ്യാൻ ചെല്ലുന്നിടത്ത് പ്രശ്നമായിരിക്കും. എവിടെ ചെന്നാലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ദി ഏർലിയർ ദി ബെറ്റർ. ഏറ്റവും വേഗം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഏറ്റവും ബുദ്ധിമാന്മാരായിരിക്കും. ചിലപ്പോൾ നീണ്ട ജീവിതയാത്രയിൽ ചിലപ്പോൾ 60 വയസ്സാകുമ്പോഴേ ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. ചിലർക്ക് 90 വയസ്സായാലേ മനസ്സിലാകത്തുള്ളൂ. ചിലർക്ക് മരണം വരെ മനസ്സിലാവുകയില്ല. അത് ഏറ്റവും അൺഫോർച്ചുനേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തില് വി ആർ ബിഗ് സീറോസ്. നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. കർത്താവിന്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ്. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ തലയിലെ തലമുടി നാര് പോലും എണ്ണിത്തിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ സ്വർഗസ്നായ പിതാവിന്റെ അനുവാദം കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒന്നും ബൈ ചാൻസ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ബുദ്ധിമാന്മാരായിരിക്കും. എവറിത്തിങ് ഈസ് കാൽക്കുലേറ്റഡ്. നമുക്ക് ഈ എടുക്കണമെന്നില്ല. ജോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ തന്റെ മിന്നൽ പിണരുകളെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ, ടാർഗറ്റ് സീക്കിംഗ് മിസൈലാ. ചിലപ്പോൾ നമ്മൾ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. 20 പേര് ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അതിനകത്തുനിന്ന് ഒരാൾ ഇടിവെട്ടി മരിച്ചു. കേട്ടിട്ടില്ലേ? 2 പേരൊരു വണ്ടിയിൽ ഒന്നിച്ച് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ ഒരാള് ഇടിവെട്ടി മരിച്ചു. ഇതൊന്നും ബൈ ചാൻസ് അല്ല. നോ, നത്തിങ് ഈസ് ബൈ ചാൻസ്. ഈ ആകെ ബൈബിളില് ബൈ ചാൻസ് ആയിരിക്കാം എന്ന് ടെസ്റ്റ് ചെയ്തൊരു സംഭവം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ, എടുക്കണ്ട, 4-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ എന്തോ. അപ്പൊ ഈ ഫെലിസ്ത്യര് ഇസ്രായേൽക്കാരുടെ പേടകം പിടിച്ചോണ്ട് പോയി ദാഗോന്റെ അമ്പലത്തിൽ കൊണ്ടുവച്ചപ്പോ ദാഗോൻ തലകുത്തി വീണു. അത് കഴിഞ്ഞ് അവർ കൊണ്ടുവച്ച സ്ഥലത്തെല്ലാം അവർക്ക് പ്ലേഗ്, ക്യാൻസർ, രോഗങ്ങളെല്ലാം ബാധിച്ചപ്പോൾ അവർ തീരുമാനിച്ചു, ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദി ഗോഡ് ഓഫ് ഇസ്രായേൽ. നമുക്കിത് തിരികെ കൊടുത്തയക്കാൻ അവർ ചെയ്തൊരു ടെസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, ഒരു കറോ പശുവിനെ വണ്ടിയിൽ കെട്ടി, കുഞ്ഞുങ്ങളെ മാറ്റി കെട്ടി. പശു വളർത്തിയിട്ടുള്ളവർക്ക് അറിയാവുള്ളൂ. നമ്മുടെ നാടൻ പശുക്കൾ, ഈ സങ്കരവർഗം പശുക്കൾക്ക് അതൊന്നുമില്ല. നാടൻ പശു പ്രസവിച്ചിരിക്കുമ്പോൾ അതിന്റെ കുഞ്ഞിനെ മാറ്റി കെട്ടിയാൽ എന്ത് സംഭവിക്കും? പറീസിന് അറിയായിരിക്കും എന്താ സംഭവിക്കും.
അല്ല, ആ കുഞ്ഞിന്റെ അടുത്ത് പോവില്ല. അപ്പൊ ഈ ഫിലിസ്തീന് ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ്. പുതിയതായിട്ട് ന്യൂലി പ്രസവിച്ച പശുവിനെ വണ്ടിയിൽ കെട്ടി, കുഞ്ഞുങ്ങളെ മാറ്റി കെട്ടി. എന്നിട്ട് അവർ ചെയ്ത ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ പശു പേടവും വലിച്ചുകൊണ്ട് പോകും. ബൈ ചാൻസ് ആയിട്ടുള്ളതാണെങ്കിൽ പശു പോകില്ല, നാച്ചുറലി പോകത്തില്ല. പക്ഷെ അവർ കെട്ടി പരീക്ഷിച്ചപ്പോ ഈ പശുക്കള് അലറി വിളിച്ച് ദൈവത്തിന്റെ പേടകവും വഹിച്ചുകൊണ്ട് ഓടിപ്പോയി. ദാറ്റ് മീൻസ് ബൈബിളില് ആകെ ബൈ ചാൻസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത ഒരു സംഭവമുള്ളൂ. ആ സംഭവത്തിൽ പ്രൂവ് ചെയ്തേക്കുന്നത് നത്തിങ് ഈസ് ഹാപ്പനിങ് ബൈ ചാൻസ് എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. ശിംശോന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത്, മേക്ക് യൂസ് ഓൾ യുവർ വിസ്ഡം ടു എൻഷുർ ദാറ്റ് എന്താ, അതെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബാക്കി എന്തൊക്കെ നമ്മുടെ ഭാര്യ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടൊന്നും സംഭവിക്കില്ല, ഭർത്താവ് ഉപേക്ഷിച്ച് പോയിക്കൊണ്ടൊന്നും സംഭവിക്കത്തില്ല, അപ്പൻ വിട്ടുപോയാൽ ഒന്നും സംഭവിക്കത്തില്ല, അമ്മ വിട്ടുപോയാൽ ഒന്നും സംഭവിക്കത്തില്ല, നമ്മുടെ ഏറ്റവും ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ളവർ വിട്ടുപോയാൽ ഒന്നും സംഭവിക്കില്ല. ഇവരെല്ലാം വിട്ടുപോയിട്ട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എൻഷുർ ദാറ്റ് വേറെവർ യു ആർ, ഗോഡ് ഈസ് വിത്ത് യു. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ ട്രാവൽ ചെയ്യുന്നിടത്ത്, നമ്മൾ എന്താ പറയുന്നത്, കിടന്നുറങ്ങുന്നിടത്ത്, നമ്മുടെ ഭവനത്തിലെ എല്ലായിടത്തും കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ എൻഷുർ ചെയ്താല് യു ക്യാൻ സ്ലീപ്. പിന്നെ കർത്താവ് ഉറങ്ങിയ പോലെ തന്നെ സുനാമി അടിക്കുമ്പോഴും കിടന്നുറങ്ങാൻ പറ്റും. നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം വായിക്കുന്നുണ്ട്, ജസ്റ്റ് അത് മാത്രം ഒന്ന് വായിച്ചിട്ട്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് പിശാച് പറയുന്ന, അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം. ജോബ് 1-ാം അധ്യായം 10-ാം സെന്റൻസ്. അറിയാവുന്ന സംഭവം ആയതുകൊണ്ട് 10-ാം സെന്റൻസ് മാത്രം വായിച്ചാൽ മതി. ജോസഫ് ഒന്ന് വായിച്ചു. അയാൾക്ക് ചുറ്റും അയാളുടെ വീടിനും അയാൾക്കുള്ള എല്ലാത്തിനും ചുറ്റും നീ വേലി കെട്ടിയിരിക്കില്ല, അയാളുടെ പ്രയത്നങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചില്ല. അപ്പൊ അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ജോബിനെ കുറിച്ച് കർത്താവ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജോബിനെ കുറിച്ച് എന്താ കർത്താവ് സാക്ഷ്യം പറയുന്നത്? ഇതൊക്കെ നമ്മൾ എന്നും പഠിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല, അതിന് മുമ്പായിട്ട് കുറ്റമറ്റം എന്നുള്ളതിനൊക്കെ മുമ്പായിട്ട് ഇതാണ് പിശാചിനോട് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചോദിക്കും ബാബുവിനെ കുറിച്ച്, എന്റെ ദാസനായിട്ടുള്ള ഒരു ബാബുവും മിഡ്ലാൻഡിൽ താമസിക്കുന്നുണ്ട്, നിനക്കറിയാവോന്ന് ചോദിക്കും. ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റും? എന്നിട്ട് പറഞ്ഞ കാര്യം ഇതുപോലെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് സാക്ഷ്യം പറയാൻ പറ്റണം. കാരണം ഈ തലമുറയില് വക്രതയും കാപട്യവും നിറഞ്ഞ തലമുറ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. കാരണം അന്ത്യകാലം അങ്ങനെ ആയിരിക്കും, നോഹിന്റെ കാലം പോലെ ആയിരിക്കും, സോദോം ഗൊമോറ പോലെ ആയിരിക്കും കർത്താവ് പറഞ്ഞേക്കുന്നതാ. അതുകൊണ്ട് യു കനോട്ട് എക്സ്പെക്ട് ഗുഡ് ക്വാളിറ്റി അമോങ്സ് ദി ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ്, ബിലീവേഴ്സ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അല്ലെ കർത്താവിന് ജീവിതം കൊടുത്തവരാന്ന് പറയുന്നവരുടെ ഇടയിൽ യു ക്യാൻ നെവർ എക്സ്പെക്ട് ഗുഡ് ക്വാളിറ്റി ഇൻ ദി ലാസ്റ്റ് ഡേയ്സ്. തിമോത്തിയോസിന് എഴുതിയപ്പോഴൊക്കെ പറഞ്ഞു, അന്ത്യകാലത്ത് ഇങ്ങനെയായിരിക്കും വിശ്വാസികൾ, സ്വാർത്ഥ താല്പര്യരായിരിക്കും, ദ്രവ്യാഗ്രഹികളായിരിക്കും, എല്ലാം ആയിരിക്കും. അത് അങ്ങനെ ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുന്നു പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ടതാണ്. അപ്പൊ ദൈവം ചോദിക്കുന്ന പിശാചിന്റെ അടുത്ത്, എന്റെ ദാസനെ യോബിനെ നീ കണ്ടോ, കുറ്റമറ്റവനും പരമാർത്ഥിയും. അപ്പൊ നമ്മളെ കുറിച്ച് കർത്താവിന് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ലോകം എങ്ങനെ പോകുമ്പോഴും ഒരാളെ കുറിച്ച് വറീസിനെ കുറിച്ച് കർത്താവിന് പറയാൻ പറ്റണം. കാര്യം എല്ലാവരും അങ്ങനെയൊക്കെയാ. വറീസിനെ കണ്ടോന്ന് ആരോട് ചോദിക്കാൻ പറ്റണം? എന്നോടല്ല, പിശാചിനോട്. അതായത് പെർത്തിൽ ഒത്തിരി പേര് അങ്ങനെയൊക്കെയാണ്. ഇവിടെ കള്ളത്തിലുണ്ട്, പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്, ആ ദ്രവ്യാഗ്രഹം ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ നടുക്ക് ഒരു വറീസ് അവിടെ ട്രിബ്യൂട്ട് സ്ട്രീറ്റിന്റെ സൈഡിൽ താമസിക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് പിശാചിനോട് ചോദിക്കാൻ കർത്താവിന് പറ്റണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ ബൈബിൾ പഠിക്കുന്നത്. അല്ലേ എന്താ കാര്യമുള്ള? ഇത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പരമാർത്ഥിയായിട്ടുള്ള ഒരു മനുഷ്യൻ, കുറ്റമറ്റവൻ, ഇത്രയേ ഉള്ളൂ. ഒരു പരമാർത്ഥ ഹൃദയവും ആരെയും കബളിപ്പിക്കാനോ കാപട്യം ചെയ്യാനോ ഒന്നും ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഹൃദയമുള്ള മനുഷ്യനുണ്ടെങ്കിൽ ആ ആളെ കുറിച്ച് ദൈവം തന്നെ പറയും. എന്നിട്ട് അങ്ങനെയുള്ള ആൾക്ക് ദൈവം ചെയ്യുന്ന ഒരു സംരക്ഷണം നമ്മൾ ചിന്തിച്ചേ. 1:10 വായിക്കുമ്പോൾ ഒന്നോട് വായിച്ചു ജോബ്. ദൈവഭയം ഉള്ളവനായിരിക്കുന്നത് അയാൾക്ക് ചുറ്റും. അല്ല, അങ്ങനെയല്ലെന്നു. വെറുതെ ആണോ ഇയ്യോബ് ദൈവഭയം ഉള്ളവനായിരിക്കും? വെറുതെയാണോ ഇയ്യോബ് ദൈവഭയം ഉള്ളവനായിരിക്കുന്നത് അയാൾക്ക്? അല്ല ബാബു, ഈ കുത്തിനും കോമയ്ക്കും ഒക്കെ അതിനകത്ത് മീനിങ് ഉണ്ട്. അയാൾക്ക് ചുറ്റും അയാളുടെ വീട്. അപ്പൊ ശ്രദ്ധിക്കണേ, അയാൾക്ക് ചുറ്റും 1, അയാളുടെ വീടിനും 2, അയാളുടെ വീടിന്, അയാൾക്കുള്ള എല്ലാറ്റിനും ചുറ്റും അയാളുടെ പ്രോപ്പർട്ടി. ഇതിന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുകയല്ലേ? നിക്ക്. ഈ വേലി ഉണ്ടെങ്കിൽ അത് പൊളിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. നോ, ഇംപോസിബിൾ. മനുഷ്യനെ കൊണ്ട് പറ്റില്ല, പിശാചിനെ കൊണ്ടും പറ്റത്തില്ല. ഈ പിശാച് കയറി അറ്റാക്ക് ചെയ്യുന്നത് ഈ ദൈവം അതൊക്കെ ഡോറ് തുറന്നിടുമ്പോഴാ, വേലി തുറന്നിടുമ്പോഴാ. അപ്പൊ പ്രൊട്ടക്ഷൻ എവിടെയൊക്കെയാ? ഒന്ന് നിനക്ക് ചുറ്റും, നിന്റെ വീടിന് ചുറ്റും, നിന്റെ പ്രോപ്പർട്ടി. ഇപ്പൊ ബാബു അല്ലെ കുടുംബ നായകൻ
അവൻ കർത്താവിന് വേണ്ടി നേരോടെ ജീവിച്ചാൽ, കാരണം ദി ഹെഡ് ഓഫ് ദി ഹൗസിന്റെ ആണ് ഭാര്യയും മക്കളും ഒക്കെ. ഭാര്യമാരെ ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും, എന്നാലും അങ്ങനെയൊക്കെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ. കാരണം ഈവാണ് പഴം പറിച്ചു തരുന്നത്, പക്ഷെ ആദം മുഖാന്തരം പാപം വന്ന ബൈബിളിൽ എഴുതിയേക്കുന്നത് അല്ലേ രാജു? അത് ഈവ് മുഖാന്തരം വന്നതാണോ? ഇപ്പോഴത്തെ യുവമാര് സമ്മതിക്കില്ലായിരിക്കും, ഞങ്ങൾ മുഖാന്തരം തന്നെ വന്നെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന ആദം മുഖാന്തരം വന്നെന്ന്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആദം മുഖാന്തരം പാപം വന്നെന്ന് എഴുതിയേക്കുന്ന പോലെ തന്നെ ഇവിടെ യോബ് മുഖാന്തരം ജോബിന്റെ ഭാര്യ, മക്കള്, പ്രോപ്പർട്ടി എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരുന്നു വൺ സ്റ്റേജിൽ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന് പ്രീതികരമായിട്ട് ജീവിച്ചാൽ, ദൈവം ജോബിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നുണ്ട്. ജോബ് ദൈവത്തിന് പ്രീതികരമായിട്ട് നമ്മൾ ജീവിച്ചാൽ യു ആർ പ്രൊട്ടക്റ്റഡ്. ആൻഡ് നമ്മുടെ അധികാരത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, ഭാര്യ മക്കളും പ്രൊട്ടക്റ്റഡ്, ദെൻ നമ്മുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റഡ്. തൊടാൻ പറ്റത്തില്ല പിശാചിന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള ദൈവം നോക്കിക്കോളും, നമ്മൾ അറിയേണ്ട ഒരു ആവശ്യമില്ല. ജോബിന് അറിയില്ലായിരുന്നു ജോബിന്റെ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ വണ്ടി, നമ്മുടെ കാറ്, നമ്മുടെ വീട്, ഇതെല്ലാം പ്രൊട്ടക്റ്റഡാ. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു സെക്യൂരിറ്റി സിസ്റ്റം വെച്ചില്ലെങ്കിലും കർത്താവ് വിൽ പ്രൊട്ടക്ട് ചെയ്യും, പ്രൊവൈഡഡ് ഇഫ് യു ആർ ലിവിങ് എ ലൈഫ് വിച്ച് ഈസ് പ്ലീസിങ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഒക്കെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഉണ്ടാക്കിയാലും എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഫെയിൽ ആവും. നമുക്ക് അമേരിക്കയോളം പവർഫുൾ ആയിട്ടുള്ള ഡിഫൻസ് ആർക്കും ഇല്ലായിരുന്നു. പെന്റഗൺ ഈസ് ദി ഹെഡ് ഓഫ് ദി അമേരിക്കൻ ഡിഫൻസ്. പെന്റഗണിൽ വിമാനം തലകുത്തി വീണിട്ട് അമേരിക്കയ്ക്ക് അറിയാൻ പറ്റിയില്ല. എന്നാല് ദൈവത്തെ സേവിച്ചിരുന്ന അപ്പസ്തോലനായ പൗലോസിനെ കൊന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് 40 പേര് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ആ പതിയിരിപ്പിനെ കുറിച്ച് ന്യൂസ് ലീക്കായി. പൗലോസിന്റെ സഹോദരി പുത്രൻ അറിഞ്ഞു, ശതാധിപന്റെ അടുത്ത് എന്ന് പറഞ്ഞു. പൗലോസിനെ എന്നിട്ട് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? നമ്മൾ കാണുന്ന 200 കുന്തപ്പട, 200 കുതിര ഫോഴ്സ് എല്ലാം ആയിട്ട് ഒരു സീസറിന് പോലും കൊടുക്കാത്ത പ്രൊട്ടക്ഷനില് പൗലോസിനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നത്. എന്നാല് ഈ ഇന്റലിജൻസ് നെറ്റ്വർക്കും ഉണ്ട്, ഈ സാറ്റലൈറ്റും ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും പെന്റഗണിൽ ചെന്ന് വിമാനം തലകുത്തി വീഴും ഇല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത് നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ വേലിക്കെട്ട്, ദൈവത്തിന്റെ വേലിക്കെട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനും കിട്ടത്തില്ല മനുഷ്യന്, ഒന്നുമില്ല. യു ആർ ടോട്ടലി യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ചെന്നുപെടും. ഈ എക്സോഡസ് 34:24 വായിക്കുമ്പോൾ, പുറപ്പാട് 34 ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് മറ്റു ദേശക്കാരെ ഓടിച്ച് നിന്റെ അതിർത്തികൾ വിസ്തൃതമാക്കും. വാസ്തവത്തിൽ 3 പ്രാവശ്യം, വത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ പോകുമ്പോൾ ഒരാളും നിന്റെ ദേശം മോഹിക്കയില്ല. അതെ, നീ വീടിട്ടിട്ട് പോകുമ്പോ, വീട്ടിൽ സെക്യൂരിറ്റി ഇല്ലാതെ പോകുമ്പോ, നീ വീട്ടില് എപ്പോഴാ നീ ദൈവമായ കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുമ്പോൾ, നീ ദൈവമായ കർത്താവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ, നീ ദൈവമായ കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോ, യുവർ പ്രോപ്പർട്ടി ഈസ് പ്രൊട്ടക്റ്റഡ്. നിന്റെ ദേശം നിന്റെ മുമ്പിൽ നിന്ന് മറ്റു ദേശക്കാരെ ഓടിച്ച് നിന്റെ അതിർത്തികൾ വിസ്തൃതമാക്കും. അതല്ല, വത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ പോകുമ്പോൾ ഒരാളും നിന്റെ ദേശം, അതായത് ടോട്ടൽ പ്രൊട്ടക്ഷൻ ഫ്രം തെഫ്റ്റ്. നമ്മുടെ സാധനം എടുക്കാൻ ആരും വരില്ല. കാരണം ലോർഡ് ഈസ് ദി ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. നമ്മൾ ബൈബിളിൽ പല സ്ഥലത്തും വായിക്കുന്നുണ്ട്. യുദ്ധത്തിന് പോയപ്പോ ഇല്ലാതിരുന്ന ഒരു ആർമിയുടെ ശബ്ദം കേട്ട് ശത്രു പേടിച്ചു പോകുന്നത് നമ്മൾ പല സ്ഥലത്തും വായിക്കുന്നുണ്ട്. കാരണം ലോർഡ് ഈസ് ദി പ്രൊട്ടക്ടർ. അതുകൊണ്ടാണ് ഈ ഹീബ്രൂസിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം എന്റെ സഹായി, ഹൂ ക്യാൻ സ്റ്റാൻഡ് അഗൻസ്റ്റ് മീ. അതായത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുന്നത്, ഒരു രാജ്യത്തിന്റെ, ദാവീദ് പറയുന്ന പോലെ, ഒരു പട്ടാളം മുഴുവൻ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടില്ല. ഒരു രാജ്യം മുഴുവൻ കർത്താവിനെതിരെ, അല്ലെങ്കിൽ ഹെറോദോസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പോയി ആ കുറുക്കനോട് പറ, ഞാൻ ഇവിടെ ജീവിക്കും, ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ ജീവിക്കും. എന്നിട്ട് സമയം പൂർത്തിയാകുമ്പോ ഞാൻ എന്റെ എന്താ പറയുന്നത്, സമയം പൂർത്തിയായപ്പോ കർത്താവ് ക്രൂസിഫൈഡ് ആയി. ഈ ജോൺ 8:20 വായിക്കുമ്പോ,
ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് അവൻ ഈ വാക്കുകൾ പറഞ്ഞത്. എന്നാൽ അവനെ ആരും പിടികൂടിയില്ല, കാരണം അവന്റെ സമയം ഇനിയും എത്തിയില്ല. അതെ, അവൻ പിടികൂടാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞു വിട്ടു, പക്ഷെ അവനെ ആരും പിടികൂടിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ ഭയത്തോടും ഭയഭക്തിയോടും കൂടി സേവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ സ്വർഗം അനുവദിക്കാതെ നമ്മുടെ തലയിലെ ഒരു തലമുടി നാര് പോലും ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിപ്പിക്കാൻ ഒരു ശക്തി ഇംപോസിബിൾ. 7:30 വായിക്കുമ്പോ, ജോൺ തന്നെ 7:30 വായിക്കുമ്പോ, അവർ യേശുവിനെ പിടികൂടാൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും അവന്റെ മേൽ കൈ വെച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും എത്തിയിരുന്നില്ല. കാരണം അവന്റെ സമയം ഇനിയും എത്തിയിരുന്നില്ല. നോബഡി ക്യാൻ ടച്ച്. പിശാച് ദൈവത്തോട് പറയുന്നുണ്ട്, നീ അവന് ചുറ്റും, അവന്റെ വീടിന് ചുറ്റും, അവന്റെ പ്രോപ്പർട്ടിക്ക് ചുറ്റും വേലി കെട്ടിയേക്കും. ആസ് ലോങ് ആസ് ലോർഡ് ഈസ് ഹാപ്പി വിത്ത് യു, യു ആർ സേഫ്, യുവർ ചിൽഡ്രൻ ആർ സേഫ്, യുവർ വൈഫ് ഈസ് സേഫ്, and your property is safe, everything is safe. Once Lord withdraw the protection, nothing is safe. നമ്മളും സേഫ് അല്ല, നമ്മുടെ ഭാര്യ മക്കളും സേഫ് അല്ല, വീട്ടുകാരും സേഫ് അല്ല, നമുക്കുള്ള പ്രോപ്പർട്ടിയും സേഫ് അല്ല, ഒന്നും സേഫ് അല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് കർത്താവ് പറഞ്ഞു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു, മറിയം ചെയ്ത കാര്യം നമ്മളും ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ബേർഡനും മറന്നു, ബാക്കിയുള്ള എല്ലാം മറന്നിട്ട് കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരുന്നു. കർത്താവിന്റെ പാദാന്തികത്തിൽ നമ്മുടെ കാര്യങ്ങൾ കർത്താവിന് ഫലം ഏൽപ്പിച്ചിട്ട് നമ്മൾ എല്ലാം മറന്ന് കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താല് നമ്മൾ ഭാഗ്യവാന്മാര്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ മേൽ കണ്ണ് നട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അനുഭവിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്താല് വി ആർ ഫോർച്ചുനേറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ ആ സാംസന്റെ കാര്യത്തിൽ ആ ഒരു സെന്റൻസ് എടുക്കണ്ട. അതായത് ദൈവം വിട്ടുപോയത് സാംസൺ അറിഞ്ഞില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ ഒരിക്കലും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആകരുത്. എന്തെങ്കിലും ഒരു കേസ് നമ്മൾ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ 100% ഉറപ്പ് ദൈവം ഒരു പീരീഡ് ഓഫ് ടൈം തരും. കാരണം ഇസ്രായേൽക്കാർക്ക് 9 തവണ ദൈവം അവസരം കൊടുത്തു, 10ാമത് അവസരം കിട്ടിയില്ല. സാംസണും ഫ്യൂ ടൈംസ് കൊടുത്തു. പിന്നീട് സാംസൺ വിചാരിച്ചത് വിജാഗിരിയൊക്കെ സിറ്റി ഗേറ്റ് പറിച്ചുകൊണ്ട് പോയ പോലെ ഇത്തവണയും പോകുന്ന വിചാരിച്ചു. നോ, ഹി ഹാസ് ബ്രോക്കൺ ദി കവനന്റ്. ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിച്ചു. നമ്മളെല്ലാം കർത്താവിന് ഒരു ഉടമ്പടി കൊടുത്തവരാ. മീൻസ് ഉടമ്പടി എന്താ? ഉടമ്പടി എന്താ പാവം നമ്മൾ കൊടുത്തേക്കുന്ന ഉടമ്പടി? ഒരു പാട്ട് പാടാറുള്ള പോലെ ഇരുമയാണെങ്കിലും, റിയലി സിനിമാ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞല്ല. ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, പൗലോസൊക്കെ പറയുന്ന പോലെ മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. അപ്പോ ഇനി ഈ ഏകപുരുഷനെ അല്ലാതെ വേറൊരു പരപുരുഷനെ സ്നേഹിക്കില്ല, പ്രേമിക്കില്ല, ആത്മീയ വ്യഭിചാരം ചെയ്യില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി കാമുകന്മാർ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇല്ലേ? ആരൊക്കെയാ പോകും കാമുകന്മാര്? ഗീവറിസ് പുണ്യാളിന് അതൊക്കെ LKG ലെസൺസ് ആണ്. നമ്മളിനി ഗീവറിസ് പുണ്യാളിനും ആകാശരാജ്ഞിയും അല്ലെങ്കിൽ എന്താ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും പിന്നെ നമ്മുടെ ഈ കോട്ടയത്ത് വേറൊരു പുള്ളിക്കാരനുണ്ടല്ലോ, എന്താ കോട്ടയടുത്ത് പരുമല തിരുമേനി, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ വെറും യൂസ്ലെസ്, എന്താ പറയുന്നത്, ഡസ് നോട്ട് ഈവൻ വർക്ക് ടോക്കിംഗ്. ഗീവറിസ് പുണ്യാളിന് പുറകെ പോയി പരുമല തിരുമേനിയോട് പോയി എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, മങ്കിയൊക്കെ തരം താണവരെ പോകത്തുള്ളൂ. മനുഷ്യൻ എന്ന് പേര് പറയുന്നവർ പോലും പോകത്തില്ല. ദൈവമായിട്ട് പരുമല തിരുമേനിയുടെ അടുത്തും ഗീവറിസ് പുണ്യാളിന്റെ അടുത്തും എന്താ പറയുന്നത്, മനുഷ്യ ദൈവങ്ങളുടെ അടുത്ത് പോകുന്നവര് ദേ ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്സ്. കാരണം ഈ ഐസിയ ചാപ്റ്റർ 2 എടുക്കുമ്പോ രണ്ടിന് 8 തുടങ്ങിയെന്ന് വായിച്ചപ്പോ ഐസിയ 2:8 തുടങ്ങി വായിച്ചു. അവരുടെ നാട്ടിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയുടെ മുമ്പിൽ, സ്വന്തം കൈവിരലുകൾ കൊണ്ട് രൂപം കൊടുത്തവയുടെ മുമ്പിൽ തലകുലിക്കുന്നു. അങ്ങനെ മർത്യൻ ഇകഴ്ത്തപ്പെടുന്നു, മനുഷ്യർ തരം താഴ്ത്തപ്പെടുന്നു. അവിടെ പറഞ്ഞേക്കുന്നേ, അതായത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്നു. മനുഷ്യൻ രൂപം കൊടുത്ത, കാരണം മനുഷ്യന് രൂപം നൽകിയവൻ ദൈവമാണ്. ഇനി മനുഷ്യൻ രൂപം കൊടുത്തതിന്റെ മുമ്പിൽ നമ്മൾ തല കുനിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, അതിനെ പ്രൊസഷനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്ന മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ലെവല് ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ഗ്ലോറിയസ് ക്രിയേഷൻ ഓഫ് ഗോഡാ. ലെറ്റ് us ക്രിയേറ്റ് മാൻ ഇൻ അവർ ഇമേജ്. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നിട്ട് ഈ മനുഷ്യൻ ഉണ്ടാക്കിയതിന് മുമ്പിൽ തല കുനിക്കുമ്പോ മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു. നമ്മൾ അതിനെ ഗീവറിസ് പുണ്യാളിനെ പേടിക്കണ്ട കേട്ടോ ബാബു. ഇന്ന് ഈ സ്മാർട്ടായിട്ട് നടക്കുന്ന കാമുകന്മാരെന്ന് പറയുന്നത് ഗീവറിസ് പുണ്യാളിനൊന്നുമല്ല,
ദ്രവ്യാഗ്രഹം, സ്ഥാനക്കൊതി, അധികാരങ്ങൾ, ഇവരൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇനി രക്ഷിക്കപ്പെട്ട ഒരു ലോകപ്രശസ്തനായ സുവിശേഷകനാകണം, അല്ലെങ്കിൽ വലിയൊരു സഭയുടെ ആളായി തീരണം, സുവിശേഷത്തിൽ അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തനായി തീരണം. കാരണം നമ്മളെ സംബന്ധിച്ച് ദൈവം നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാമുകന്മാരെ നമ്മളെ പിടിക്കത്തുള്ളൂ. കാരണം നമ്മൾ ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ്. വിവാഹ നിശ്ചയം ചെയ്തിട്ട് വേറെ അതിനേക്കാൾ സ്മാർട്ടായിട്ടുള്ളവരെ കാണുമ്പോൾ അതിന്റെ പുറകെ പോയാൽ ശരിയാവും. അതിൽ പെട്ടതാണ് ദ്രവ്യാഗ്രഹം, ലോകസ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏറ്റവും വിഗ്രഹാരാധനയിൽ ഏറ്റവും വലിയ വിഗ്രഹം നമ്മൾ തന്നെയാണ്. നമ്മുടെ കംഫർട്ട്, ജീവിതത്തിൽ സുഖിക്കണം, സുഖം ആഗ്രഹിക്കുന്ന ആർക്കും കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. ശരി, എന്താ പറയുന്നത്, കുറച്ചുകൂടെ അല്പം കൂടെ ഉറക്കം, അല്പം കൂടെ മയക്കം, ഇതെല്ലാം ആവശ്യമാണ്. അല്പം കൂടെ തീറ്റ, അല്ലെങ്കിൽ ഇതെല്ലാം മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. അല്ലാതെ മറ്റതൊക്കെ വെറും എന്താ പറയുന്നത്, വലിയൊരു ഡിസീവിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ആണോ? ഇനി പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കേണ്ട, അത് നമ്മുടെ ആരോടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട്? അത് യാതൊരു സുബോധം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരോട് മാത്രമേ അത് പറയേണ്ട ആവശ്യമുള്ളൂ. കാരണം അല്പമെങ്കിലും സുബോധമുള്ളവരോട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നോ, റിയലി. കാരണം മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. നമ്മൾ ആരോട് പ്രാർത്ഥിച്ചാലും അതൊരു ദൈവമാണ്. അപ്പൊ ഈ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തോടല്ലാതെ വേറെ ആരോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ബഹുദൈവ വിശ്വാസികളായി തീരുക. ഈവറസൂണിനോട് പ്രാർത്ഥിച്ചാലും, പരിമല തിരുമേനോട് പ്രാർത്ഥിച്ചാലും, വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിച്ചാലും, ആരോട് പ്രാർത്ഥിച്ചാലും ദി വയലേഷൻ ഓഫ് ദി ഫസ്റ്റ് കമാൻഡ്മെന്റ്, ഒന്നാം കൽപ്പന ലംഘിച്ച് ആരും ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല, പോകുമില്ല. ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എന്നും പറയുന്ന കാര്യം. അതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകാൻ റെഡി ടു ഗോ. കൊന്ത ചൊല്ലി മരിച്ചിട്ടുള്ള ആരും ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല, പോകുമില്ല. അതെങ്ങനെ പോകുന്നേ? ഇംപോസിബിൾ. അപ്പൊ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക. നമ്മൾ പ്രൊട്ടക്റ്റഡാ, നമ്മുടെ ഭാര്യ മക്കളും പ്രൊട്ടക്റ്റഡാ, നമ്മുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റഡാ. അല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ഒരു മുഖാന്തരോട്ട് ഇല്ലാതാനും. അതാ നമ്മൾ അതിൻ്റെ ഒരു കാര്യം. നമുക്ക് പ്രാർത്ഥിച്ചു. നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം, എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അല്ലെ അന്ത്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ പറഞ്ഞ ഒരു ഉപമയാണ് 25 1 to 13. ഒന്ന് വായിക്കോ? വായിച്ച് ഓർക്കാറുണ്ടോ? വിളക്കുകളും എടുത്ത് മണവാളനെ എതിരേൽക്കാൻ പോയ കന്യകമാരായ 10 തോഴിമാരോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. അവരിൽ 5 പേർ വിഡ്ഢികളും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിഡ്ഢികൾ വിളക്കെടുത്തിരുന്നെങ്കിലും എണ്ണ കരുതിയിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം എണ്ണപാത്രങ്ങളും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി, അവർക്ക് ഉറക്കം വന്നു, അവർ ഉറങ്ങി. എന്നാൽ പാതിരാവായപ്പോൾ ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് എതിരേൽക്കുക എന്ന വിളി കേട്ടു. ഉടനെ കന്യകമാർ ഉണർന്നു വിളക്കുകൾ ഒരുക്കി. വിഡ്ഢികൾ ബുദ്ധിമതികളോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ അല്പം ഞങ്ങൾക്ക് തരൂ, ഞങ്ങളുടെ വിളക്ക് കെടാൻ പോകുന്നു. പക്ഷേ ബുദ്ധിമതികൾ പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഇത് തികയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വ്യാപാരികളുടെ അടുക്കൽ പോയി വാങ്ങുകയാണ് ഭേദം. അവർ എണ്ണ വാങ്ങാൻ പോയ നേരത്ത് മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അയാളോടൊപ്പം വിവാഹ വിരുന്നിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെട്ടു. പിന്നീട് മറ്റേ കന്യകമാരും വന്നു. അവർ വിളിച്ചു പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരൂ. പക്ഷേ മണവാളൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിനാൽ ഉണർന്നിരിക്കുക, കാരണം ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതെ, സിമ്പിൾ ആയിട്ട് എല്ലാവരും നമ്മൾ ചെറുപ്പം തുടങ്ങി വായിച്ചിട്ടുള്ള ഒരു ഉപമയാണ്. ഇതില് 25:1 വിളക്കുകളും എടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പോയ കന്യകമാരായ 10 തോഴിമാരോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. നമുക്കറിയാം മണവാളൻ കർത്താവ്. ഇതിനകത്ത് ഇനി എന്താ പറയുന്നത്, കാട് കയറിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് കർത്താവിന് മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാം കന്യക എന്നുള്ള സ്പിരിച്വൽ സെൻസിൽ കർത്താവ് നമ്മുടെ മണവാളനും നമ്മളെല്ലാം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകമാരുമാണ്. അപ്പൊ ഇതില് ഈ 10 പേരും മണവാട്ടിമാരാ, അല്ലെങ്കിൽ കന്യകമാര് മണവാളിനെ കാത്തിരിക്കുന്നവരാ. അപ്പൊ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ഇതിൽ 5 പേര് ബുദ്ധിമതിമാരും 5 പേര് വിഡ്ഢികളുമായിരുന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിലും ഇത് സെയിം, ഇത് 50% എന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരിൽ ഈ പെർസെന്റേജ് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഗ്ലോബൽ സെൻസിൽ ഇറ്റ് മേ ബി ട്രൂ. നമ്മുടെ സെൻസ് ഇവിടെ 100% ബുദ്ധിമതികളായിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്.
അല്ലാതെ 50% ആയാൽ മതിയോ? നോ. അപ്പൊ ഈ ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ മണവാട്ടികളാണ്, 10 പേര്. പക്ഷെ ഇവര് വ്യത്യാസം എന്തായിരുന്നു? രണ്ടുപേരുടെയും കയ്യില് രണ്ടുപേരുടെയും വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, അല്ലെ 10 പേരുടെയും വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, 2 കൂട്ടരുടെയും വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. മീൻസ് ആ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്ത്യ ജീവിതം മാരത്തോൺ റേസ് പോലെയാ. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒത്തിരി പേരുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി പേരുണ്ട്. ഈ ഓടി ഓടി പോകുമ്പോൾ നമുക്കറിയാം, ചില വിമാനം 22 hours കണ്ടിന്യൂസ് പറക്കുന്ന വിമാനമുണ്ട്, അതിനുള്ള ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ട്. ചിലത് 2 മണിക്കൂറേ ഓടുകയുള്ളൂ, ചില ഹെലികോപ്റ്റർ ആണ് അതിനൊക്കെ കുറച്ച് സമയം ഓടത്തുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്ന പോലെ ക്രിസ്ത്യൻ ലൈഫിനെ ഉപമിച്ചേക്കുക. ഇത് മണവാളൻ എപ്പോ വരും എന്ന് നമുക്കറിയില്ല. ഇനി കർത്താവിന്റെ മടങ്ങിവരവ് എന്നെങ്കിലും ആകട്ടെ, കർത്താവ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലും. വിത്തിൻ ഹൗ മെനി ഇയേഴ്സ്? മാക്സിമം 100 years. ഈ 100 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എബനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയല്ല. ഇപ്പൊ അതിനേക്കാൾ ജൂനിയേഴ്സ് ഉണ്ട്, നമ്മുടെ ക്രിസും നമ്മുടെ ജോലിന്റെ മോനും ഒക്കെ ഉണ്ട്, അബ്ഡിയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലും നോർമലി 100 yearsനകം നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലേണ്ടി വരും. ബട്ട് ഹൗ മച്ച് ഫ്യൂവൽ യു ഹാവ്, അതാണ് ഈ കർത്താവിന്റെ അടുത്ത് വരെ ഓടി എത്തിക്കുക എന്നുള്ളതിന്റെ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മളെല്ലാം തീരുമാനം എടുത്തവരാ, പക്ഷെ ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി, മറ്റവരുടെ കയ്യിൽ ആ വിളക്കിലുണ്ടായിരുന്ന എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, സ്പെയർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് ശിഷ്യത്വത്തിന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഈ യുദ്ധത്തിന് അല്ലെ വീട് പണിയാൻ തുടങ്ങും, വീട് പണിയെന്നൊക്കെ പറഞ്ഞേക്കുന്ന എല്ലാം ഡിസൈപ്പിൾഷിപ്പിനെയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഇനി വ്യാഖ്യാനിക്കാനൊന്നുമില്ല. ബൈബിളിനുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബുക്കൊന്നുമില്ല. ബൈബിളിനകത്ത് ആഴമായിട്ട് പഠിച്ച് ഗ്രഹിക്കാനൊന്നുമില്ല. ആഴമൊന്നും ഒരാവശ്യമില്ല. അങ്ങ് കർത്താവിന്റെ സന്നിധിയിൽ ആഴം കിട്ടാനായിട്ടുള്ള ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഹാവ് ദി ഹാർട്ട് ഓഫ് എ ചൈൽഡ്. ഒരു ഹ്യൂമിലിറ്റി ഉള്ള ഹൃദയത്തോടു കൂടി പഠിക്കാതെ അഹങ്കാരമുള്ള ഹൃദയത്തോടു കൂടി എത്ര റിസർച്ച് ചെയ്താലും, അതുകൊണ്ട് കെയർഫുള്ളി ഐ അവോയ്ഡ് ദി വേർഡ്. ലൈക്ക് വേദശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാ പറയുന്നതെന്ന് ഒരിക്കലും എന്റെ വായിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. അങ്ങനെ വേദപണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നത്. കാരണം വേദപണ്ഡിതന്മാരെ വിഡ്ഢിയാക്കുന്ന ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. മനുഷ്യന്റെ കാൽക്കരുത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല. ബുദ്ധിമാനെന്ന് വിചാരിക്കുന്നവരെ വിഡ്ഢിയാക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വേദപാണ്ഡിത്യം എന്ന് പറയുന്നത്, വേദപണ്ഡിതന്മാർ കണ്ടെത്തുന്നത് പലതും നമുക്ക്, കർത്താവ് ജീവിച്ച സമയത്ത് ഏറ്റവും വലിയ വേദപണ്ഡിതനായിരുന്നു ഗമാലിയേൽ കർത്താവിനെ കണ്ടെത്തിയില്ല. എന്നാൽ മീൻ പിടിച്ച് നടന്ന പത്രോസും യാക്കോബ് യോഹന്നാനും ഒക്കെ കർത്താവിനെ കണ്ടെത്തി. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല. ഇന്നും നമ്മൾ വലിയ വിഡ്ഢിത്തരത്തിൽ ചെന്ന് ചാടും. അല്ലെങ്കിൽ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, ബൈബിളിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, അതുകൊണ്ട് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാന്ന് വിശ്വസിച്ചാൽ യു ആർ നമ്പർ 1 ഫൂൾ. കാരണം പേരിന്റെ കൂടെ ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ ഡോക്ടറേറ്റ് വയ്ക്കുന്ന ആളുടെ ദൈവവചന ക്ലാസ് കേൾക്കാൻ പോകുന്നെങ്കിൽ യു ആർ നമ്പർ 1 ഫൂൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ബൈബിൾ പഠിക്കുന്നത് നല്ലതാണ്, പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുന്നെങ്കിൽ മേടിക്കുന്നത് നല്ലത്. എന്നാൽ പേരിന്റെ കൂടെ ഡോക്ടറേറ്റ് വെക്കുന്നവൻ കർത്താവിനെ കുറിച്ച് ABCD മനസ്സിലാക്കാത്തവനാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നെവർ. കർത്താവിനെ കുറിച്ച് അന്നത്തെ ആൾക്കാർ പറഞ്ഞു, ഇവൻ ഈ പാണ്ഡിത്യം എവിടുന്നു, ഇവന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലല്ലോ. പത്രോസിനെ യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ഇവര് വിദ്യാവിഹീനരായിട്ടുള്ള സാധാരണക്കാരാണല്ലോ. പക്ഷേ അല്ല, ഒരു കാര്യം അവർ പറഞ്ഞു. എന്തായിരുന്നു പറയിച്ച് പറയാം? അതായത് ജന്മന മുടന്തനായിട്ടുള്ള അന്തന് സൗഖ്യം കൊടുത്തു. പ്രധാന പുരോഹിതന്മാരും എല്ലാവരും കൂടെ കൂടി ചേർന്നു. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമാണ്, ഇവര് വിദ്യാവിഹീനരായിട്ടുള്ള സാധാരണക്കാരാണല്ലോ. വാട്ട് വാസ് ദി ഡിഫറൻസ്? അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം എടുക്കുമ്പോ 4:13 തുടങ്ങി വായിക്കുമ്പോ, പത്രോസിന്റെയും യോഹന്നാന്റെയും ധീരത കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു. നിർത്തരുത്, അടുത്ത സെന്റൻസ് വായിച്ചു. അവർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കണ്ട, ദാറ്റ് വാസ് ദെയർ ഗ്രേറ്റ്നെസ്. അവര് വിദ്യാവിഹീനരാണ്, സാധാരണക്കാരാണ്, മുക്കന്മാരാണ്, മീൻപിടുത്തക്കാരാണ്. പക്ഷെ വാട്ട് വാസ് ദെയർ ക്വാളിറ്റി എന്തായിരുന്നു? ഇന്നും അങ്ങനെ തന്നെയാ. ബൈബിൾ കോളേജിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തതുകൊണ്ടോ അബ്സല്യൂട്ട്ലി വേസ്റ്റ് പേപ്പറിന്റെ വില പോലും ദൈവം അതിന് കൊടുത്തിട്ടില്ല. എന്നാല് യേശുവിന്റെ കൂടെ അവർ നടന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞു. കർത്താവ് പറഞ്ഞു, കം ആൻഡ് ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. അപ്പൊ ഫിഷേഴ്സ് അല്ലെങ്കിൽ സുവിശേഷം പറയാനുള്ള യോഗ്യത ബൈബിൾ കോളേജിലെ ഡിഗ്രി അല്ല, ലോകത്തിലെ ഡോക്ടറേറ്റും അല്ല. എന്താ? കം ആൻഡ് ഫോളോ മീ. കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നതാണ് ആത്മീയമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യോഗ്യത. അതിനേക്കാൾ വലിയൊരു യോഗ്യതയില്ല. അപ്പൊ ഇവിടെ ലെറ്റ് us come back to ഈ കന്യാകുമാരില് 10 പേരുടെ കയ്യിലൊരു
എന്താ ഒരു ക്യാൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു. മറ്റവരെ കയ്യിൽ ആ കത്തിക്കൊണ്ടിരുന്ന വിളക്കുണ്ടായിരുന്നു. കാരണം അതെ, മണവാളൻ വരാൻ വൈകി. അപ്പൊ എഴുതിയേക്കുന്ന എന്താ, അവർക്ക് അല്ല ഉറക്കം വന്നു പോകും. അത് കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ടാണ് കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇന്നലെ ഉണ്ടായിരുന്ന ഉത്സാഹം ഇന്നുണ്ടായ പോരാ, മതിയോ? അതിനേക്കാൾ ഒരു ചെറിയ കണികയെങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം. പക്ഷെ പലപ്പോഴും സ്പിരിച്വൽ ലൈഫിലെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? പൊങ്ങുമായിരിക്കും, അടിയിലേക്കായിരിക്കും. നീതിമാന്റെ പാത ഉദയസൂര്യന്റെ പാത പോലെ ആയിരിക്കും എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നു. ഉദയസൂര്യന്റെ പാത എങ്ങനെയാ? അതെയോ 10 മണി കഴിയുമ്പോൾ എന്താ പറയുന്നത്, കുറച്ചു നേരത്തേക്ക് സൂര്യൻ താഴോട്ട് ചാടിപ്പോരുമോ? നീതിമാന്റെ പാത ഉദയസൂര്യന്റെ പാത പോലെ ആയിരിക്കണം. 7 മണിക്ക് ഉള്ളതിനേക്കാൾ വെളിച്ചം 8 മണിക്ക് ഉണ്ടായിരിക്കും. 7 മണിക്ക് മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ ആത്മീയ സത്യങ്ങൾ ഇന്ന് എനിക്കറിയാം. ഇന്ന് കർത്താവിനെ കുറിച്ച് അതിനേക്കാൾ പരിജ്ഞാനം പ്രാപിച്ചു. 8 മണിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തിരിയോടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള വെളിച്ചം. അപ്പോ നീതിമാന്റെ പാത ഉദയസൂര്യന്റെ പാത എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേയോടെ ആത്മീയമായിട്ട് ഞാൻ വളർന്നു, ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചു. അന്ന് വില കൊടുത്തിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് വില കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട കാലത്ത് ഏറ്റവും വലുതെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വില കൊടുക്കുന്നില്ല. കുറേയോടെ കർത്താവിന്റെ ഹൃദയം പ്രാപിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത്, കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ക്രൈസ്റ്റ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് എബോവ്. അപ്പോ കഴിഞ്ഞ വർഷത്തേക്കാൾ 7 മണിക്കത്തേക്കാൾ ഇത്തിരിയോടെ വെളിച്ചം 8 മണിക്ക്, അല്ലെ 8 മണിക്കത്തേക്കാൾ വെളിച്ചം 10 മണിക്കെന്ന് പറഞ്ഞാല് ഇത്തിരിയോടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കി, ഇത്തിരിയോടെ വെളിച്ചം കിട്ടി കർത്താവിനെ കുറിച്ച്. അപ്പൊ ഇത്തിരിയോടെ മനസ്സ് എവിടെ നിന്ന് എങ്ങോട്ട് പൊങ്ങി? ലോകത്തിൽ നിന്ന് ഉന്നത, അതെ പണ്ട് ലോകത്തിലെ കാര്യങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിരുന്ന മനുഷ്യൻ ഇത്തിരിയോടെ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ മനസ്സ് കുറേയോടെ സ്വർഗത്തിലേക്ക് ഉറപ്പിച്ചു കഴിയുമ്പോൾ അന്ന് വില കൊടുത്തിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് വിലയില്ല. അന്ന് കുറേയോടെ പൈസ സമ്പാദിക്കാനായിരുന്നു ഹൃദയത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഇന്ന് അതിലല്ല ലക്ഷ്യം. ഇന്നോടെ ആത്മീയമായിട്ടല്ലേ കർത്താവിനെ കൂടുതലായിട്ട് അല്പം കൂടി അറിയണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, when I am comparing with the surpassing, a word touching up, the surpassing greatness of knowing my Lord Jesus, I consider everything in this world rubbish. കമ്പയർ ചെയ്തിട്ടാ പോൾ പറയുന്നത്. when I compare the surpassing greatness of knowing my Lord Jesus, I consider everything in this world rubbish. ഈ ലോകത്ത് വീട് വെക്കുന്നത്, കാറ് മേടിക്കുന്നത്, അല്ലെ വലിയ ജോലി കിട്ടുന്നത്, വലിയ സമ്പാദ്യം ഉണ്ടാക്കുന്നത്, എവറിത്തിങ് ഐ കൺസിഡർ റബ്ബിഷ്. ഇത് ആവശ്യമില്ലെന്നോ വേണ്ടെന്നല്ല പൗലോസ് പറഞ്ഞു. പക്ഷെ when I consider the greatness of knowing my Lord Jesus, these things are rubbish. നമുക്കറിയാം, നമ്മള് വിമാനത്തിൽ പറന്നു വരുമ്പോ റൺവേയിലൂടെ ഓടുമ്പോ റോഡ് സൈഡിൽ വേറെ വിമാനം കിടക്കുന്നുണ്ട്, കാറ് കിടക്കുന്നുണ്ട്, വലിയ ബിൽഡിംഗ് ഉണ്ട്. ആസ് യു ആർ ഗോയിങ് അപ്പ്, വലിയ വലിയ വില കൂടിയ കാർ എങ്ങനെയാവും കുറേയോടെ കഴിയുമ്പോഴത്തേക്കും? ഒരു തീപ്പെട്ടിയുടെ സൈസ് ആവും. കുറേയോടെ പൊങ്ങി കഴിയുമ്പോൾ കുറേയോടെ പൊങ്ങി കഴിയുമ്പോൾ തീപ്പെട്ടി ഇല്ലാതാവും. മീൻസ് നമ്മുടെ കണ്ണുകളുടെ സ്പെക്ട്രം അല്ലെങ്കിൽ വിസിബിൾ റേഞ്ച് മാറും. ഇപ്പൊ നമുക്കറിയാം വയലറ്റ് ടു ഏതാ? വയലറ്റ് ടു റെഡ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് കർത്താവിൽ വളരും തോറും ഈ വയലറ്റ് ടു റെഡ് ഇൻവിസിബിൾ ആവും, അത് കാണാനുള്ള ശേഷി ഇല്ലതാവും. നമ്മൾ ഈ പട്ടിയെ കുറിച്ച് പറയാറുണ്ട്. പട്ടിക്ക് മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത പല ശബ്ദവും കേൾക്കാൻ പറ്റും, കേട്ടിട്ടില്ലേ? വവ്വാലിന് മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത പലതും കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ദി മോർ യു ആർ ഗ്രോയിങ് അപ്വേർഡ്, നമ്മുടെ കണ്ണിന്റെ വിസിബിലിറ്റി മാറും. ഇതൊന്നും കാണാൻ പറ്റാതാവും, വേറെ കാര്യങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ അത് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്, ഈ ബുദ്ധിമതികളായിട്ടുള്ളവരുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ഓയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാത്രയിൽ അവർക്ക്, അല്ലെങ്കിൽ അവർ ഉറങ്ങിയില്ല, ഉറക്കം വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്നെങ്കിലേ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളാകത്തുള്ളൂ. നമ്മൾ പലപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? അവിടെ ചെന്ന് കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയുടെ നടുക്ക് ചെല്ലുമ്പോൾ നല്ല ഉത്സാഹം, 10 ദിവസത്തേക്ക് കൂട്ടായ്മയില്ല, 10 ദിവസത്തേക്ക് ഉത്സാഹമായിരിക്കും, 11-ാം ദിവസം കൂട്ടായ്മയില്ല. ഫ്ലക്ച്വേറ്റിംഗ്. ഞാൻ ഈ ഇവിടെ ഈ വയസ്സായ ആൾക്കാരുടെ ചില ഷുഗർ കണ്ടീഷനൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഷുഗർ ലോ ഷുഗറായി, പിന്നെ ഹൈ ഷുഗറായി, സ്റ്റേബിൾ ആകുന്നില്ലെങ്കിലും മിക്കവാറും എന്താ അതിന്റെ ലക്ഷണം എന്താ? ഈ വൈദ്യശാസ്ത്രത്തിലുള്ളവർക്ക് അറിയാം. ഷുഗർ സ്റ്റേബിൾ ആകുന്നില്ല, പ്രഷർ സ്റ്റേബിൾ ആകുന്നില്ല, മിക്കവാറും എന്തിന്റെ ലക്ഷണം അത് മിക്കവാറും അധിക കാലം ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആരെങ്കിലും കൂടെ കൂടുമ്പോൾ നല്ല ഉത്സാഹം, കൂട്ടായ്മ ഇല്ലാതിരിക്കുമ്പോൾ കർത്താവിനെ മറന്നുപോകും.
ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഈ എണ്ണയില്ലാത്ത ഈ കന്യകമാർക്ക് തുല്യമായിരിക്കും. ഏറെക്കാലം നിലനിൽക്കില്ല, കുറച്ചു കാലം നിൽക്കും. കർത്താവ് പറഞ്ഞ പോലെ അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, കുറച്ചു കാലം വസിക്കും, എന്നാൽ പുത്രനും എക്കാലവും വസിക്കും. അതുകൊണ്ട് പുത്രൻ സ്വതന്ത്രനാക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടും, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു ഗോപുരം പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കാനുള്ള ഉണ്ട്. അത് ഇംഗ്ലീഷിൽ വായിക്കാൻ വെച്ചിട്ട് നല്ല ഈ ലൂക്ക് 14:20 ലൂക്ക് 23 14:28 വായിക്കുമ്പോ അത് മാത്രം വായിച്ചാൽ മതി. For which of you intending to build a tower does not sit down first and count the cost? Count the cost. എത്ര പേര് കൗണ്ട് ദി കോസ്റ്റ് ചെയ്തിട്ടുണ്ട്? ശരി, ആരെങ്കിലും പറഞ്ഞു, ആരെങ്കിലും പരിഹസിച്ചു, ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഈ ലോകം കർത്താവിന്റെ ഫോളോവേഴ്സിനെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്തില്ല. അതായത് യഥാർത്ഥമായിട്ടുള്ള സുവിശേഷകരെ ലോകം എന്നും ഹെയ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകം അക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയുള്ള പ്രവാചകരെയാ? എങ്ങനെ പോകും? ലോകം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രവാചകരെ. ഈ ലൂക്ക് ചാപ്റ്റർ 6 എടുത്തു നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരാൾ ലോകത്തിൽ പ്രശസ്തനായെന്ന് കേൾക്കുമ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. ലൂക്ക് ചാപ്റ്റർ 6 6 അതിന്റെ 22 ഓടിയെന്ന് വായിച്ചപ്പോ, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുക്കുകയും ഒഴിവാക്കുകയും നിന്ദിക്കുകയും നിങ്ങളുടെ പേർ തിന്മയായി കരുതി തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ദിവസം നിങ്ങൾ ആനന്ദിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അതേ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകരോടും ഇങ്ങനെ ചെയ്തിരുന്നു. അതെ, അപ്പോ അവരുടെ പിതാക്കന്മാർ തുടർന്ന് വായിച്ചു കുറച്ചുകൂടെ. എന്നാൽ ധനികരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്കുള്ള ആശ്വാസം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായുള്ളവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിലപിച്ച് കരയും. എല്ലാ മനുഷ്യരും നിങ്ങളെ ഇത് ശ്രദ്ധിക്കണം. 26 ശ്ലാഘിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ചെയ്യുമ്പോ എല്ലാ മനുഷ്യരും നിങ്ങൾ നല്ല ദൈവികനാണ്, നല്ല മെസ്സേജാണ്, നല്ല എല്ലാം എന്താ പറയുന്നത്, കർത്താവിന് വേണ്ടി വളരെ ഉപകാരപ്പെട്ട ആളാണെന്നൊക്കെ എല്ലാവരും ലോകം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യരും നിങ്ങളെ ശ്ലാഘിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാരും കള്ളപ്രവാചകരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെയാ ലോകം എന്നും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലേ? കള്ളപ്രവാചകരെ. കാരണം കള്ളപ്രവാചകർ ഒരിക്കലും മനുഷ്യന് ഹൃദയത്തിന് ദുഃഖം വരുന്ന ഒരു കാര്യം പറയത്തില്ല. അവരോട് ദ്രവ്യാഗ്രഹം വിട്ടുപേക്ഷിക്കാൻ പറയത്തില്ല, ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാൻ പറയത്തില്ല, ലോകസ്നേഹത്തിൽ നിന്ന് ഹൃദയത്തെ സ്വതന്ത്രമാക്കാൻ പറയത്തില്ല. അതായത് ഈ ലോകത്തിൽ സമ്പാദ്യം കുന്നുകൂട്ടരുതെന്ന് പറയത്തില്ല. കാരണം ഈ ലോകത്തില് കിട്ടുന്ന അനുഗ്രഹങ്ങള് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമെന്ന് അവർ പറയും. ഇങ്ങനെ ഈ കള്ളപ്രവാചകര് ഇങ്ങനെ എല്ലാം പറയുന്നതുകൊണ്ട് കള്ളപ്രവാചകരെ ലോകത്തിന് ഇഷ്ടമായിരിക്കും. എന്നാല് നിനക്ക് രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, നീ കൂടുതലായിട്ട് സമ്പാദിക്കരുത്, നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിക്കരുത്, നിനക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പാദ്യം നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം, നിന്റെ ഇടതുകാരനെ തടിക്കുന്നവന് വലതുകാരനെ കാണിച്ചു കൊടുക്കണം. കർത്താവിന്റെ ഗിരിപ്രഭാഷണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ലോകം റിജക്ട് ചെയ്യും. അത് കർത്താവിന്റെ പ്രവാചകനായിരിക്കും. അവനെ ഒരിക്കലും ലോകം അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. കള്ളപ്രവാചകരെ എന്നും ലോകം ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചത്, ലെറ്റ് us come back to Matthew 25 മടങ്ങി വരുമ്പോ, അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇത് ഓടി എത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ഫസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് കൗണ്ട് ദി കോസ്റ്റ്. ഇതൊരു വില കൊടുക്കേണ്ട മാർഗം. വില കൊടുക്കാതെ കർത്താവിനെ പിൻപറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില 25 ദിവസത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് ആണ്, ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, അല്ലെങ്കിൽ 40 ദിവസത്തേക്ക് ഉപവസിക്കാൻ ആൾക്കാരെ കിട്ടും. ബട്ട് ഇഫ് യുവർ കമ്മിറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്, എന്താ പറയുന്നത്, ഒരു ഡിവോഷൻ ടിൽ യുവർ ഡെത്ത്, ആൾക്കാരെ കിട്ടില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയത്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം എന്ന് പറയും. എന്നിട്ട് ഈ ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ചിന്തിച്ചൊരു കാര്യം, ഈ നമ്മളെല്ലാവരും പൊതുവെ എന്താ പറയുന്നത്, ഈ ബൈബിളിൽ ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിക്കും, ചില ഭാഗങ്ങൾ കുറച്ചായിട്ട് പഠിക്കും. ഈ നമ്മളെല്ലാം എന്തിനെ ഫേസ് ചെയ്യാൻ പോകുന്നില്ല, ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാ. നമ്മളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ മുമ്പിലെ വിധിപീഠമാണ്, ന്യായവിധിയാണ്. അപ്പൊ ഇതില് നമുക്ക് പല
ഇപ്പൊ ഈ നമ്മുടെ ഈ പോളനോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബാംഗ്ലൂർ IELTS പഠിക്കാൻ പോകുമ്പോൾ അവർ പല ദിവസം ടെസ്റ്റ് നടത്തിയിട്ട് ആ ജയിക്കുമെന്ന് തോന്നുന്നവരെ അവർ പരീക്ഷയ്ക്ക് വിടുകയുള്ളൂ. സെയിം വേ ഈ കർത്താവിന്റെ കാര്യത്തിൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ഡ് ഔട്ടാ. കാരണം എങ്ങനെയാ പരീക്ഷ വരുന്നതെന്നുള്ളത് ഓൾറെഡി ലീക്ക് ഔട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ പൊതുവെ ആൾക്കാർ പറയാറില്ല. അത് എന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിപ്പിച്ച കാര്യം. ബാബു ഒന്ന് വായിക്കോ 25-ന്റെ. അതായത് എന്താ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്, എങ്ങനെയാ വിധിക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 25-ന്റെ 31 തുടങ്ങി വായിക്കുമ്പോ, മാത്യു 25:31 തുടങ്ങി വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ സകല മാലാകമാരും ഒത്ത് തന്റെ പ്രതാപത്തിൽ എഴുന്നള്ളി തന്റെ തേജോമയമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളെയും ഒന്നിച്ചു വരുത്തും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ വലതുഭാഗത്തും കോലാടുകളെ ഇടതുഭാഗത്തും നിർത്തും. അപ്പോൾ രാജാവ് വലതുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുക. കാരണം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പോൾ നീതിമാന്മാർ അവനോട് ചോദിക്കും, കർത്താവേ, എപ്പോഴാണ് ഞങ്ങൾ നിനക്ക് വിശക്കുന്നതായി കണ്ട് ആഹാരം തന്നത്, ദാഹിക്കുന്നതായി കണ്ട് കുടിക്കാൻ തന്നത്? ഞങ്ങൾ നിന്നെ എപ്പോഴാണ് പരദേശിയായി കണ്ട് സ്വാഗതം ചെയ്തത്, നഗ്നനായി കണ്ട് വസ്ത്രം നൽകിയത്? ഞങ്ങൾ എപ്പോഴാണ് നിന്നെ രോഗിയായോ തടവുകാരനായോ കണ്ടത്, സന്ദർശിച്ചത്? രാജാവ് അവരോട് ഉത്തരം പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരായ എന്റെ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ അവ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് അവ നിങ്ങൾ ചെയ്യുന്നത്. പിന്നീട് അവൻ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അയാളുടെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് എന്നിൽ നിന്ന് അകന്നു പോകൂ. കാരണം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകിയില്ല. രോഗിയും തടവുകാരനുമായിരുന്ന എന്നെ നിങ്ങൾ സന്ദർശിച്ചില്ല. അപ്പോൾ അവരും ചോദിക്കും, കർത്താവേ, എപ്പോഴാണ് ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായോ പരദേശിയായോ നഗ്നനായോ രോഗിയായോ തടവുകാരനായോ കണ്ടതും ശുശ്രൂഷിക്കാതിരുന്നതും? അപ്പോൾ അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത്. തുടർന്ന് അവൻ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അതെ, നോക്ക്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എങ്ങനെയാ വിധിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അന്ത്യവിധിയില് രണ്ടായിട്ട് തിരിക്കും മാലാഖമാര്. ആ തിരിക്കുമ്പോ എന്ത് ബേസിലാ തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, നമ്മളെപ്പോഴും നമ്മൾ പൊതുവെ ആൾക്കാരോട് ചോദിക്കുന്ന കാര്യങ്ങൾ, രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, ഏത് സഭയിലാണ്, നിങ്ങളുടെ സഭയുടെ ടീച്ചിങ് എന്താ, അവിടെ ലോർഡ് സപ്പർ ഉണ്ടോ, അവിടെ അതുണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ വിധിയുടെ സ്ഥലം വന്നപ്പോ ഇതെല്ലാം ഈ പൗലോസ് പറയുന്ന പോലെ 1 തിമോത്തിയോസിൽ നമ്മൾ വായിക്കും, ഞങ്ങൾ തരുന്ന എല്ലാ കൽപ്പനകളുടെയും ലക്ഷ്യം സ്നേഹമാണ്. അപ്പൊ എന്റെ റിസൾട്ടിൽ നിന്നാണ് അടിയിലുള്ള ക്വാളിറ്റി ദൈവം നിശ്ചയിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്നാനപ്പെട്ടത് ശരി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ സ്നാനത്തിന് വേസ്റ്റ് പേപ്പറിന്റെ വിലയുള്ളൂ. ശരി, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. സ്നേഹത്തിൽ നിന്നാണെങ്കിൽ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കർത്താവിനെ മാനിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, കൽപ്പനകളെ ആദരിക്കുന്നില്ല, അതുകൊണ്ട് ഐ കനോട്ട് ഗോ അലോങ് വിത്ത് ദം എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ നിന്ന് പോരുവാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അല്ലാതെ അത് ബാബിലോണി സഭയാണ്, ഇത് ജെറുസലേമാണെന്ന് പറഞ്ഞ് പോന്നിട്ട് ഒരു കാര്യമില്ല. ബാബിലോണി സഭ, ഒരു സഭയും ബാബിലോണി സഭയില്ല, ഒരു സഭയും ജെറുസലേം സഭയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാനിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ബാബിലോണി സഭ അല്ലെങ്കിൽ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്, പോപ്പൊക്കെയാണ്, അന്തിക്രിസ്തു, പിശാച് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഒരർത്ഥമില്ല. കാരണം ഇത് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ബാബിലോണിയ സഭയിലെ അംഗങ്ങളും ഉണ്ട്, കർത്താവിന്റെ സഭയിലെ അംഗങ്ങളും ഉണ്ട്. അത് ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഏത് സഭയിലാണെന്ന് തീരുമാനിക്കുന്നത്. ഈ ലോകത്തിൽ ബാബിലോണി സഭയുണ്ട്, ഇൻവിസിബിൾ ആയിട്ട് കർത്താവിന്റെ സഭയുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇവിടെ കർത്താവ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കാം. അതായത് എന്റെ റിസൾട്ടിൽ നിന്നാണ് അടിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് യാക്കോബ് പറഞ്ഞു,
ഇങ്ങനെ ഒരു വിശ്വാസത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നു. എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കായേനും ആബേലും ദൈവവിശ്വാസികളാണ്, അല്ലെ? രണ്ട് ദൈവത്തിലാണോ? സൃഷ്ടാവായിട്ടുള്ള ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് കായേനും ആബേലും. എന്ന് പറഞ്ഞേക്കുന്ന പോലെ അന്ത്യവിധിയുടെ സമയത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ ഒന്നും വെച്ചിട്ടല്ല ദൈവം വിധിക്കാൻ പോകുന്നത്. വി ആർ ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഈ നമ്മുടെ ഈ ടീച്ചിങ്സ് എല്ലാം കൊണ്ട് എത്തിക്കേണ്ട ലൈഫ് ക്വാളിറ്റീസാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്ന ഒന്ന് ഇതാ പറഞ്ഞേക്കുന്നത്, അതായത് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഇതേ കാര്യം തന്നെയല്ലേ യാക്കോബും പറഞ്ഞു. ഇങ്ങനെ ഒരു വിശ്വാസം രക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൺമുമ്പിൽ ഒരാൾ വിശക്കുന്നവനായിട്ടും ഒരാൾ നഗ്നനായിട്ടും കണ്ടിട്ട് അവനോട് തണുപ്പകറ്റു, വിശപ്പ് മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് തോളത്ത് തട്ടി ഈ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ, അല്ലെങ്കിൽ അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം പ്രത്യേകം വെക്കാൻ, നിന്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി. ഇവന് ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അവന്റെ നേരെ കണ്ണ് തുറക്കാത്തവന്റെ ആ വിശ്വാസം ഒരിക്കലും രക്ഷിക്കില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അതേ കാര്യം തന്നെ ഇവിടെ കർത്താവ് പറഞ്ഞ്, ഞാൻ വിശക്കുന്നവനായിട്ട് വന്നു, നഗ്നനായിട്ട് വന്നു, നിങ്ങൾ കണ്ണ് തുറന്നില്ല അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കാള വെറ്റു കയറെടുത്തോ എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കുന്നു. ഒരാൾ ആശുപത്രിയിലായ ഉടനെ വിസിറ്റ് ചെയ്യാൻ പോകും. എന്താ ഇതിന്റെ ടീച്ചിങ്ങിന്റെ അർത്ഥം? എന്താ? രോഗിയായിട്ടിരിക്കുന്നവന് അവന് രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുപക്ഷെ മരുന്ന് മേടിക്കാൻ പൈസ ഉണ്ടായിരിക്കത്തില്ല അവന്റെ കയ്യിൽ, അല്ലെ അവനെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരിക്കത്തില്ല, അവനൊരു ഫിസിക്കൽ സഹായം കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കത്തില്ല. ഇതൊന്നും കൊടുക്കാതെ പോയി ആശുപത്രി പോയി വിസിറ്റ് ചെയ്തിട്ട് വന്നു. കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം രോഗിയെ സന്ദർശിച്ചു. ഈ രോഗി സന്ദർശനത്തിന് അബ്സല്യൂട്ട്ലി ഒരു വാല്യൂ ഇല്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, വസ്ത്രം ഇല്ലായിരുന്നു, വസ്ത്രം നൽകി, അല്ലെങ്കിൽ കിടപ്പേട ഇല്ലാതെ, അല്ലെങ്കിൽ നീഡിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ നേരെ നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ടായിരിക്കെ കൈ തുറക്കാത്ത, കാത് തുറക്കാത്ത, കണ്ണ് തുറക്കാത്ത ഒരു വ്യക്തി ഈ ഇതില് ഇടതുവശത്തേക്ക് പോകും, ഉറപ്പായിട്ടും പോകും. കാരണം ബാക്കിയുള്ള ഈ ടീച്ചിങ്സ് എല്ലാം ഇതിലെത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ എൻഡ് റിസൾട്ട് ഇല്ലെങ്കിൽ അതിനൊരു വിലയില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടെന്നുള്ള സാക്ഷ്യത്തിന് റബ്ബിഷിന്റെ വിലയുള്ളൂ, വേസ്റ്റ് പേപ്പറിന്റെ വിലയുള്ളൂ. സ്നാനപ്പെട്ടതിനും അഭിഷേകം പ്രാപിച്ചതിനും ഭാഷാവർത്തി പ്രാർത്ഥിച്ചതിനും കൈയടിച്ച് പാടിയതിനും ആരാധന കൂടിയതിനും ദൈവം 5 പൈസയുടെ വില കൊടുത്തിട്ടില്ല. ഈ എൻഡ് റിസൾട്ട് ഉണ്ടോ എന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. വിധിയുടെ സമയത്ത് ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഇത് റൈറ്റ് സെൻസിൽ ഇതെല്ലാം അനുസരിച്ചെങ്കിൽ ആവശ്യക്കാരനെ കാണുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രോഗിയായിട്ടിരിക്കുന്നവനെ കാണുമ്പോൾ, ചില ആൾക്കാരുണ്ട് ക്രോണിക് ഡിസീസ് ഉണ്ട്, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. കാരണം അവന് അല്ലെങ്കിൽ ഒരു ജലദോഷം പിടിക്കുന്ന പോലെയല്ല, അവന് ത്രൂ ഔട്ട് ദി ലൈഫ് മരുന്ന് മേടിക്കണം. നമുക്ക് ക്രോണിക് ഡിസീസ് ഇല്ല, ത്രൂ ഔട്ട് ദി ലൈഫ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലാത്തത് നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ കിഡ്നി ഫെയിൽ ആകാത്തത് നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മൾ ഷുഗർ പേഷ്യന്റ് ആകാത്തത് നമ്മുടെ മിടുക്കൊണ്ടല്ല, നമുക്ക് ഒരു എന്താ പറയുന്നത് ഡയാലിസിസ് കണ്ടിന്യൂസ് ആവശ്യമില്ലാത്തത് നമ്മുടെ മിടുക്കൊണ്ടല്ല. അപ്പോ ഈ ഡയാലിസിസ് ജീവിതം മുഴുവൻ മരണം വരെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരാളെ കണ്ടു കഴിഞ്ഞിട്ട് ശരി ആശുപത്രി പോയി കണ്ട് വിസിറ്റ് ചെയ്തിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു പോന്നാല് ഇടതുവശത്തേക്ക് മാറേണ്ടി വരും. എന്നിട്ട് അപ്പൊ ഇവര് പറയുന്നേ ഒരു കാര്യം കൂടി ഇവരുടെ ലൈഫ് ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇവരിത് ചെയ്തു. ഈ വിധി ദിവസം വലതുവശത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇവര് ചെയ്തത്? അല്ല, അവർക്ക് അറിയില്ല ഇവർ ചെയ്ത കാര്യം. ഇവര് പറഞ്ഞ എപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ കണ്ടത്, ഇനി ഞങ്ങൾ മീൻസ് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുത്തവർ മാത്രമേ വലതുവശത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ പല ആൾക്കാരും സുവിശേഷ വേലയ്ക്ക് ആൾക്കാർ പൈസ ഇറക്കും, ദരിദ്രർക്ക് കൊടുക്കില്ല. കാരണം എന്താണെന്നറിയാം? കാരണം സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളോ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അവര് പറയും ദൈവവേലയ്ക്ക് കൊടുത്താൽ 100 മടങ്ങ് തിരികെ കിട്ടും, ദരിദ്രർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആരും പറയത്തില്ല. പണ്ട് ഇസ്രായേൽക്കാരെ നെബുക്കദ്നേസറൊക്കെ വന്ന് പിടിച്ചോണ്ട് പോയപ്പോഴും പരമദരിദ്രരെ എന്ത് ചെയ്തു? ആരിട്ടുണ്ട്? ദരിദ്രരെ ആർക്കും വേണ്ട, ദരിദ്രർക്ക് കൊടുക്കാൻ പറയാനും ആരുമില്ല, ദരിദ്രരെ സംരക്ഷിക്കാനും ആരുമില്ല, ദരിദ്ര കാര്യത്തിൽ കെയർ എടുക്കാനും ആരുമില്ല. അതേസമയം സുവിശേഷർക്ക് കൊടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ പ്രസംഗിക്കും. കാരണം പ്രസംഗിക്കുന്ന ആൾക്കാരാണല്ലോ ഫണ്ട് റൈസേഴ്സ്. അപ്പോ കാരണം അത് 100 മടങ്ങായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തിരികെ കിട്ടുമെന്ന് ലൂക്ക് ചാപ്റ്റർ 14 കർത്താവ് പഠിപ്പിച്ചു. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. കർത്താവ് ചോദിക്കുന്നത് ദുഷ്ടർ പോലും ദുഷ്ടർക്ക് കൊടുക്കും, തിരികെ കിട്ടുമെന്ന് കേട്ടാൽ ആരാ കൊടുക്കാതെ? നല്ല അങ്ങർക്ക് ധൈര്യമായിട്ട് കൊടുക്കാന്ന് ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ? പറയുന്ന ഡേറ്റില് കിട്ടിയിരിക്കും. അത് പലിശയോട് കൂടിയാണെങ്കിൽ പലിശയോട് കൂടി, പലിശ കൂടാതെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കടം കൊടുക്കാൻ ആർക്കും ഒരു പേടിയില്ല. എന്നാൽ കർത്താവ് പഠിപ്പിച്ചു തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുകയും. അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ലൂക്ക് ചാപ്റ്റർ 6:35 വായിക്കുമ്പോ അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക,
നന്മ ചെയ്യുക, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക, എങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകും. കാരണം അവൻ കൃതജ്ഞരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ പിതാവിന്റെ 90% കരുണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നതാണോ? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ടു ദി സെയിം എക്സ്റ്റെന്റ് നിങ്ങളും കരുണയുള്ളവനായിരിക്കും. ആരാ വന്ന് പൈസ കടം ചോദിക്കുന്നത്? ആവശ്യക്കാരന ഇല്ലാഞ്ഞിട്ടാ. കാരണം അത് ഒരു സന്തോഷമുള്ള ഹൃദയത്തോടെ അല്ല ആരും പോയി കടം ചോദിക്കുന്നത്. പേഴ്സണാലിറ്റി സറണ്ടർ ചെയ്തിട്ടാണ് കടം ചോദിക്കുന്നത്, ദുഃഖത്തോടെ ചോദിക്കുന്നത്. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സത്യം. അപ്പോ ഈ കടം ചോദിക്കുമ്പോ തിരികെ കയ്യിൽ പൈസ വെച്ചിട്ട് ഇനിയിപ്പോ കള്ളു കുടിക്കാനും തോന്നിയവാസന ചോദിക്കുന്നവർക്ക് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ കയ്യിൽ പൈസ വെച്ചിട്ട് ഒരു ആവശ്യക്കാരന്റെ നേരെ കണ്ണടച്ചിട്ട് ഈ വലതുവശത്ത് എത്തിപ്പെടാന്ന് വിചാരിക്കരുത്. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുവിൻ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അങ്ങനെ നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായി തീരും. ഈ ഒരു ഡെഫിനേഷൻ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം കൊടുത്തു. ബൈഹാട്ട John 1:12. എന്നിൽ പല ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന്, തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുന്നവൻ അത്യുന്നതന്റെ പുത്രന്മാരായി തീരും. വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, എന്താ എഴുതിയത്? പലതും പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. റെവലേഷനിൽ എഴുതിയിട്ടുണ്ട്, ഓവർകമേഴ്സ് വിൽ ബി കോൾഡ് ദി സൺസ് ഓഫ് ഗോഡ്. അതായത് ഓരോ എന്താ പറയുന്നത്, കണ്ണിന് പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ കണ്ണുകൊണ്ട് പാപം ചെയ്യും, ഹൃദയം കൊണ്ട് പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഹൃദയം കൊണ്ട് പാപം ചെയ്യും, നാവിനെ തോന്നിയാസമായിട്ട് അഴിച്ചുവിട്ടിട്ടുണ്ട്, എല്ലാ ഓർഗൻസും ഉപയോഗിച്ച് പാപം ചെയ്യും, എല്ലാം പാപം ചെയ്യും. പക്ഷെ റെവലേഷനിൽ എഴുതിയേക്കുന്നത് ഓവർകമേഴ്സ് വിൽ ബി കോൾഡ് ദി സൺസ് ഓഫ് ഗോഡ് എന്ന. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നവൻ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അതായത് ദുഃഖത്തിലിരിക്കുന്ന ഒരാൾക്ക് തന്നെ മറന്ന് സഹായിക്കുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അല്ലെങ്കിൽ അത് പിശാചിന്റെ പുത്രന്മാര് തന്നെയാണ്. കാരണം ഹൃദയാലിവ കർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. 3 ദിവസം അവർ പ്രസംഗം കേൾക്കാൻ കർത്താവിന്റെ കൂടെ നിന്നപ്പോ അപ്പസ്തോലന്മാര് പറഞ്ഞു, എന്ത് പറഞ്ഞു? വളരെ നേരത്തെ ഇവരെ പറഞ്ഞുകൂടെ, ഇവര് വിശന്ന് ഗതികേട്ടു. ഇതാ മനുഷ്യന്റെ സ്നേഹം. കർത്താവ് പറഞ്ഞു, ഐ എം നോട്ട് ഫീലിംഗ് ലൈക്ക് സെൻഡിങ് ദം അവേ. എന്താ കർത്താവ് പറഞ്ഞു? എന്താ ബാബു? അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്താ ബാക്കി? എന്താ? അവര് വഴിയിൽ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദി കെയർ ഓഫ് ദി ലോർഡ്. ആ ഹൃദയം നമുക്കില്ലാതെ ന്യായവിധി ദിവസം നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലുള്ള ആൾക്കാരുടെ യോഗ്യതയാണ് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, കത്തോലിക്ക സഭയിൽ നിന്ന് യാക്കോബ സഭയിൽ നിന്ന് പെന്തിക്കോസ് സഭയിൽ പോയി ദൈവവേലയ്ക്ക് ഇത്ര പൈസ കൊടുത്തു. ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല വിധി ദിവസം. നോ. നിന്റെ കൺമുമ്പിൽ ആവശ്യക്കാരനായി കണ്ടവനോട് നീ എങ്ങനെ പ്രതികരിച്ചു? അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാളോട് നീ എങ്ങനെ പ്രതികരിച്ചു? ആവശ്യക്കാരൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മൾ ജീവിച്ചു. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കുന്ന ലോകത്തിൽ എല്ലാവരും നോക്കും. അതിനകത്ത് നത്തിങ് സ്പെഷ്യൽ വിത്ത് യു, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഗുഡ് ഫോർ നത്തിങ് ആയിട്ട് ജീവിച്ചിട്ട് ഈ സർവശക്തനായിട്ടുള്ള ദൈവത്തിന്റെ അടുത്ത് എത്തിപ്പെടാന്ന് വിചാരിക്കുന്നതാണ് പിശാച് എന്താ പറയുന്നത് നൽകിയിരിക്കുന്ന കൈവശം എന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിസീവിങ് എന്ന് പറയുന്ന ഇതാ. ഇത് തോന്നിയാസമായിട്ട് ജീവിക്കാനുള്ള ഒരു ജീവിത ബന്ധമല്ല കർത്താവിന്റെ വഴി. കർത്താവിന്റെ വഴി, കർത്താവ് ഒരു വഴി വരച്ചു കാണിച്ചിട്ടുണ്ട്. അതിന് കർത്താവിന്റെ മാർഗം എന്ന ഏർലി സെഞ്ചുറിയിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ വഴിയെ ചൊല്ലി ഒരു കലഹം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു വഴിയാ, പോകാനൊരു വഴി, ഒരു നാരോ പാത്ത. പക്ഷെ പോകാനുള്ള ആവശ്യത്തിനുള്ള വീതിയും വിസ്താരവും ഒക്കെ അതിനകത്തുണ്ട്. എന്നാല് അപ്പൊ ഇവര് ദൈവസ്നേഹത്തിൽ നിന്ന് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്നും ആൾക്കാർ ദൈവവേലയ്ക്ക് പൈസ കൊടുക്കുന്നവരുണ്ട്, ദരിദ്രർക്ക് കൊടുക്കുന്നവരുണ്ട്. കൊടുക്കുന്ന എന്ത് വിചാരിച്ചിട്ടാ? 100 മടങ്ങ് കിട്ടും, ദരിദ്രർക്ക് കൊടുത്താൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്, ദരിദ്രന് കൊടുക്കുന്നവൻ ഇല്ലായ്മ വരില്ല എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരി, ഏറ്റവും നല്ല പരിപാടി എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാ? ദരിദ്രർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. സുവിശേഷ വേലയ്ക്ക് പൈസ കൊടുക്കുന്നതാണ്. ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ് യു വിൽ ബി ഡെഫിനറ്റ്ലി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ഈ പൈസ എല്ലാം കളഞ്ഞു, അറ്റ്ലീസ്റ്റ് പൈസ കൊടുക്കാതിരുന്നെങ്കിൽ ആ പൈസയെങ്കിലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പൈസയും കൊടുത്തു. കർത്താവ് പറഞ്ഞു, നീ ഉപവസിക്കുമ്പോൾ കൊട്ടി ഘോഷിക്കരുത്. അവർക്ക് പ്രതിഫലം, അവർക്ക് കിട്ടിയ പ്രതിഫലം നല്ലൊരു ആത്മീയനാണെന്നും ഉപവസിക്കുന്ന ആളാണെന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവനാണെന്നും അത് കുറച്ച് അങ്ങാടിയിൽ വന്നതിനും റെസ്പെക്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ആത്മീയനാണെന്നുള്ള അതായിരുന്നു പ്രതിഫലം. ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ ലെഫ്റ്റ് സൈഡിൽ കർത്താവിൽ നിന്ന് ഒരു പ്രതിഫലം കിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിന്റെ ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത്.
അത് അറിഞ്ഞു കഴിയുമ്പോൾ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. കാരണം ബാബു നല്ലൊരു ജനറസ് ഹാർട്ടുള്ള ആളാണ്. ആവശ്യക്കാരൻ ബാബുവിന്റെ അടുത്ത് ചെന്നാൽ തീർച്ചയായിട്ടും ബാബു വെറുതെ വിടാത്തവനാണ്. ദരിദ്രരുടെ നേരെ ലാവിഷായിട്ട് കൈ തുറക്കുന്ന അതാ പ്രതിഫലം. കിട്ടിക്കഴിഞ്ഞു. ലോകത്തിലെ മാന്യതയാ പ്രതിഫലം. കർത്താവിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പൊ അതേസമയം ശപിക്കപ്പെട്ടവരുടെ കാര്യം നമ്മൾ വായിച്ചപ്പോ അവരെന്താ പറയുന്നത്? ദരിദ്രനായിട്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആവശ്യക്കാരനായിട്ട് കണ്ടിട്ടില്ല, ബുദ്ധിമുട്ടുള്ളവനായിട്ട് കണ്ടിട്ടില്ല. നിന്നെ ആവശ്യക്കാരനായിട്ട് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഈ എന്താ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് നാട്ടിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് ദേ ലൈക്ക് ടു ഗോ ടു ഇംഗ്ലീഷ് ഫെലോഷിപ്പ്. നാട്ടിലെ സാഹിബ്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ ഇംഗ്ലീഷ് ഫെലോഷിപ്പിന് പോവുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഇതാണ്, അവിടെ അധികം അലവലാദികളൊന്നും വരില്ലെന്ന്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണ്. കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണ ആള്, തച്ചനായിട്ട് ജീവിച്ച ആള്, ലോകത്തിൽ ഒരു പേരും പെരുമയും പ്രശസ്തിയില്ലായിരുന്നു, ദരിദ്രരോടുകൂടി എണ്ണപ്പെട്ടവൻ, പാപികളോടുകൂടി എണ്ണപ്പെട്ടവൻ, മരിച്ചു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ശവക്കല്ലറയില്ലായിരുന്നു. വേറൊരു ധനികന്റെ മഹാമനസ്കതയിലാണ് ഡെഡ് ബോഡി പോലും മറവ് ചെയ്തത്. പക്ഷെ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ദേ ആർ ഡിനൗൺസിങ് ദി ലോർഡ്. ഇത് പത്രോസിൽ എഴുതിയ കള്ളപ്രവാചകന്മാരെ കുറിച്ച്, കള്ള വിശ്വാസികളെ കുറിച്ച് എഴുതിയേക്കുന്നത് എങ്ങനെയാ? അവര് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ പോലും നിഷേധിച്ചുകൊണ്ട് സത്വനാശം വരുത്തുന്ന ഉപദേശ ഭേദങ്ങൾ രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരുന്നു. അവരുടെ ഭോഗാസക്തി എന്താ പറയുന്നത്, ഭോഗാസക്തി കൊണ്ട് അനേകരെ ചൂഷണം ചെയ്യുന്നു. കാരണം ഇന്ന് കർത്താവിന്റെ സ്റ്റാറ്റസിലല്ല അവർ ജീവിക്കുന്നത്. അവർ സാധാരണക്കാരുടെ കാറിൽ പോകത്തില്ല. അവർ പ്ലെയിനിൽ പോവുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എയറോപ്ലെയിൻ ഉണ്ടായിരിക്കും അവർക്ക്. സാധാരണക്കാരുമായിട്ട് ഒരു ബന്ധമില്ല. അവര് ഒരു എന്താ പറയുന്നത്, വിരുന്നിന് പോവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടായിരിക്കും. സാധാരണക്കാരുടെ കൂടെ ഇരിക്കത്തില്ല. അതാണ് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ നിഷേധിക്കുക. ഈ നാഥൻ ദരിദ്രനായിരുന്നു, ലോകത്തിൽ ഒന്നും ഇല്ലാത്തവനായിരുന്നു. കർത്താവിനെ ഒരാൾ പിൻപറ്റിയപ്പോൾ കർത്താവ് പറഞ്ഞു, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് ഒരു നെസ്റ്റ് എങ്കിലും ഉണ്ട്, പക്ഷെ എന്നെ പിൻപറ്റിയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് വരണ്ട. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലവും നഷ്ടമെന്ന് എണ്ണി. ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, കർത്താവിനെ മാത്രം മതി എന്ന് എണ്ണുന്നവർക്ക് അവർക്ക് എല്ലാം നൽകുന്ന ഒരു ദൈവം. കാരണം ലക്ഷ്യം കർത്താവാണെങ്കിൽ അതിന്റെ കൂടെ കർത്താവിനെ പിൻപറ്റിയവരാരും ഗതികെട്ടോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ കിടക്കേണ്ട ഗതിയോ അല്ലെങ്കിൽ അനാഥ ശവമായിട്ട് സംസ്കരിക്കപ്പെടേണ്ടൊന്നും വന്നിട്ടില്ല. നെവർ. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ നെവർ ഫോഴ്സേക്ക് യു, നെവർ ലീവ് യു. കർത്താവിനെ പിൻപറ്റിയവര് അനാഥരായിട്ടില്ല. ബൈബിളിൽ എഴുതിയേക്കുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിട്ടിട്ട് പോകത്തില്ല. കർത്താവിനെ ശരണം വെച്ചവർ ഒരിക്കലും ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. പക്ഷേ നമ്മളിവിടെ കാണുന്ന ഈ ആൾക്കാരെല്ലാം സഹായിക്കുമായിരുന്നു, ദരിദ്രരോട് കരുണ കാണിക്കുമായിരുന്നു, ലാവിഷായിട്ട് കൊടുക്കുമായിരുന്നു, പ്രൊവൈഡഡ് കർത്താവ് പ്രതിഫലം തരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാമല്ലോ, ദൈവവേലക്കാർക്ക് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും. പ്രസംഗിക്കുന്ന ദൈവവേലക്കാരൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് തന്നേരം, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് തന്നേരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിന്റെ മിനിസ്ട്രിയിൽ കർത്താവ് എന്ത് പറഞ്ഞു? ഒരു ധനികനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് സംഭാവന ചെയ്യുക, എന്നിട്ട് എന്നെ അനുഗമിക്കാന്നാണ് പറഞ്ഞത്. അല്ല, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ ഇന്ന് പലരും നിനക്കുള്ളതെല്ലാം വിറ്റ്, ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എന്താ പറയുന്നത്, കാതയുള്ള കമ്മലൂരി ഡൊണേറ്റ് ചെയ്യും, കയ്യിലെ വള ഊരി ഡൊണേറ്റ് ചെയ്യും. ഇങ്ങനെയും കേട്ടിട്ടുണ്ട്. ഇതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇവരുടെ തന്നെ ഏജൻസ് കുറെ പേര് മാല ഊരിയിടും, വള ഊരിയിടും. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ ഓരോരുത്തർ ഊരി ഇടും. അവസാനം ആ ഇട്ട് ഇനീഷ്യേറ്റ് ചെയ്തവർക്കെല്ലാം തിരികെ കൊടുക്കും, മറ്റതെല്ലാം കൊയ്തുകൊണ്ട് പോവുകയും ചെയ്യും. പണ്ട് ഈ താറാവിനെ തീറ്റാൻ ആൾക്കാർ വരുമായിരുന്നു. താറാവിനെ തീറ്റി താറാവ് പാടത്ത് ഇങ്ങനെയുള്ളതെല്ലാം തിന്നു പോയി കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് 2 മുട്ട കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്തവർക്ക് മുട്ട കൊടുക്കും. ചിലർ സ്ഥിരമായിട്ട് ടെസ്റ്റ് മണി പറയുന്നവരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പൊ ടെസ്റ്റ് മണി പറയാൻ പോയാൽ 600 രൂപ കിട്ടും. ഏത് ഒരു 10 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞത്. ഇപ്പൊ റേറ്റ് കൂട്ടിയിട്ടുണ്ടാവും. അവര് ഞാൻ ഇതിന്റെ കർത്താവ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ്, ശരിക്കും ഞാൻ UP എന്നുള്ള ന്യൂസ് വായിച്ചിട്ടുണ്ട്. UP ദുഃഖകരമായിട്ട് ചില ഡോക്ടർമാര് പിള്ളേരെ ആംബ്യൂട്ടേറ്റ് ചെയ്ത് കൊടുക്കും, നാവ് മുറിച്ചു കൊടുക്കും, കണ്ണ് കുത്തി പൊട്ടിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണോ? ഭിക്ഷായാചനത്തിന് വേണ്ടിയിട്ട്. വായിച്ചിട്ടുള്ള കാര്യം. കേസ് പിടിക്കപ്പെട്ടിട്ടുണ്ട് UP ഭിക്ഷയ്ക്ക് കെടുത്താൻ വേണ്ടി പിള്ളേരെ, അതായത് കണ്ണ് കുത്തി പൊട്ടിച്ചു കൊടുക്കും, ഇതെല്ലാം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി സ്ഥിരം ടെസ്റ്റ് മണി പറയുന്ന ആൾക്കാരുണ്ട്. അവരെ ഈ പിള്ളേരെ കിടത്തി പിരിവെടുക്കുന്ന പോലെ തന്നെ ഇവരുടെ ടെസ്റ്റ് മണി പറയിപ്പിച്ച് പിരിവെടുക്കും. ഇതെല്ലാം കണ്ടാലും ഇത് ദൈവപ്രവർത്തനാന്ന് പറയുന്ന സ്പിരിച്വൽ എന്താ പറയുന്നത്,
യാതൊരു ഡിസേൺമെന്റും ഇല്ലാത്ത മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തില് അറ്റ്ലീസ്റ്റ് ജീസസ് ഈസ് സേവ് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. കർത്താവിന്റെ സ്റ്റാൻഡേർഡ് 1-ാം നൂറ്റാണ്ടിൽ എന്ത് സ്റ്റാൻഡേർഡ് അപ്പസ്തലന്മാർ വച്ചു പുലർത്തിയോ, കാത്തു സൂക്ഷിച്ചോ, അവരെഴുതി 1 യോഹന്നാൻ അല്ല 2 യോഹന്നാനിൽ നമ്മൾ വായിച്ചു. അവര് അവിശ്വാസികളിൽ നിന്ന് ഒന്നും വാങ്ങിക്കുന്ന ഒരാളും 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആര് കൊടുത്താലും നോക്കുന്നത് ആ രൂപയിൽ എഴുതിയേക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത്, അല്ലാതെ ആരുടെ കയ്യിൽ നിന്ന് വന്നെന്നുള്ളത് പ്രശ്നമല്ല. നോ, കർത്താവ് കൂടെ ഉണ്ടാകത്തില്ല. ഡെഫിനറ്റ്ലി യു വിൽ ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് വിധി എങ്ങനെയായിരിക്കും നമുക്ക് വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഈ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. ഇന്നത്തെ ക്രിസ്ത്യ കോളേജിൽ ഇത്രയ്ക്ക് ചോദ്യമുള്ളൂ: സ്നാനപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ, കർത്തൃമേശ ആചരിക്കുന്നുണ്ടോ, എവിടെ കൂട്ടായ്മ ആയിരിക്കുന്നു, അടുത്ത കൺവെൻഷൻ എവിടെ, ഒന്നും ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ അബ്സല്യൂട്ട്ലി നോ വാല്യൂ. നീ ആവശ്യക്കാരൻ, നിന്റെ ലൈഫ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൈഫായിരുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി എലിജിബിലിറ്റി. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വരച്ചു കാണിച്ചു തന്ന ജീവിത പന്ഥാവിൽ ജീവിച്ചോ. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു ഒരു രൂപരേഖ വെച്ചിട്ട് കർത്താവ് പോയി. അവനെ പരിഹസിച്ചപ്പോ തിരികെ പരിഹസിച്ചില്ല. അവനെ ഭീഷണിപ്പെടുത്തിയപ്പോ തിരികെ ഭീഷണിപ്പെടുത്തിയില്ല. അവനോട് കോപിച്ചപ്പോ തിരികെ കോപിച്ചില്ല. അവൻ ടിറ്റ് ഫോർ ടാറ്റ് ആയിട്ട് ഒന്നും ചെയ്തില്ല. ക്രൂശിച്ചവരോട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ലൈഫ് ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യു വിൽ ബി ഓൺ ദി റൈറ്റ് സൈഡ്. അല്ലാതെ കുറെ തിയറി പറഞ്ഞു ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട്. ഇത് പരീക്ഷമാര് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് കർത്താവിനെ റിജക്റ്റഡ് ആയത്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം എഴുതിയേക്കുന്നതിനെ കുറിച്ചാണ്. അൺഫോർച്ചുനേറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. യു വിൽ ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അപ്പൊ നമ്മൾ ആരും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകരുത്. നമ്മുടെ കാനിൽ എക്സ്ട്രാ ഫ്യൂവൽ ഉണ്ടായിരിക്കണം. ഇത് അന്ത്യദിനം വരെ ഓടിയെത്തിക്കാനുള്ള ഫ്യൂവൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഉപ്പ് നല്ലതാണ്, അത് പുറകെട്ട് പോയാൽ അത് ഒന്നിനും കൊള്ളത്തില്ല. കർത്താവിന്റെ ഡിസൈപ്പിൾഷിപ്പ്, ക്രിസ്ത്യൻ ലൈഫ് കർത്താവിനെ പിൻപറ്റുന്നിടത്തോളം ഗ്രേറ്റ് ആയിട്ട് ഒന്നുമില്ല. അതിനോട് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് കീപ്പിംഗ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിനേക്കാൾ നല്ലത് ഇറ്റ് ഈസ് വർത്ത് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ കർത്താവിനെ അറിയാതിരിക്കുന്ന നല്ലതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമതികളായിട്ടുള്ള കന്യകമാരെ പോലെ, അതായത് ഓടിയെത്തിക്കാനുള്ള ഫ്യൂവലും കൈപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം. കർത്താവ് ഒരിക്കലും കൈവടിയില്ല. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ആ വ്യക്തികൾക്ക് ചുറ്റും, അവരുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റും, അവരുടെ കുടുംബത്തിന് ചുറ്റും. കുടുംബം എന്ന് പറഞ്ഞാൽ സിമെന്റ് ഇഷ്ടികയല്ല, അവരുടെ ഭാര്യ മക്കള്, ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്. ആൻഡ് അവരുടെ ലൈഫ് ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ലോർഡ്. അവരുടെ പ്രോപ്പർട്ടി അതിൽ ആർക്കും സ്പർശിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ പ്രോപ്പർട്ടി, അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ പ്രോപ്പർട്ടിയിൽ അന്യായമായിട്ട് ഉണ്ടാക്കിയതൊന്നും കാണത്തില്ല. അപ്പം സത്യസന്ധതയോടെ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ഇതിനേക്കാൾ ഗ്രേറ്റ് ആയിട്ട് ഒരു ജീവിത മാർഗം ഇല്ല. ഇത് നമ്മൾ ചീപ്പായിട്ട് സെയിൽ ഔട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇത് മനുഷ്യൻ കാക്ഷിക്കേണ്ട ഒരു ജീവിതമാർഗം. ഇത് എന്താ പറയുക, തേടി വരേണ്ടതായി ഈ ജീവിതമാർഗത്തെ കുറിച്ച്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ചീപ്പ് വേ ഓഫ് ലൈഫ്. ഇത് എനിക്ക് ഇന്ത്യയിലെ കാര്യം അറിയാം. 3 ലക്ഷം പേര് IAS ഇരുന്നാൽ 1000 പേർക്ക് കിട്ടത്തുള്ളൂ. ഇത് 3 ലക്ഷത്തിൽ നിന്ന് 1000 പേരെ സെലക്ട് ചെയ്യുമെങ്കിൽ ഇത് 3 കോടിയിൽ നിന്ന് 30 പേര് സെലക്ടഡ് ആകാത്ത മാർഗം. ഇറ്റ് ഈസ് സംതിങ് ഫാർ ഗ്രേറ്റർ ദാൻ ദാറ്റ്. ഇത് കാക്ഷിക്കേണ്ടത്, ദാഹിക്കേണ്ടത്, ഇത് ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ജീവിത പന്ഥാവില്ല. അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും ഇല്ല. അതുകൊണ്ട് ലെറ്റ് us live a worthful life. വിളിച്ച തിരുനാമത്തിന് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് ട്രൈ ചെയ്താൽ ദൈവത്തിന്റെ അടുത്തോട്ട് വന്ന ദൈവം നമുക്ക് അതിനുള്ള കൃപ തരും. അവങ്കിലോട്ട് അടുത്തു വരിക, അവൻ നിങ്ങളിലോട്ട് അടുത്തു വരും. നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ അല്പസമയം എടുക്കും. ബന്ധത്തിൽ ബാബു എന്ന് വായിക്കാം. 1 Corinthians 11 കർത്താവിൽ നിന്ന് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അതിതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം അത് വിഭജിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്കായുള്ള എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ കർത്താവിന്റെ മരണം അവന്റെ ആഗമനം വരെ ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
കാരണം നമുക്കറിയാം ആദിമ നൂറ്റാണ്ടിൽ അവര് ഏർലി സ്റ്റേജില് ദേ ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് കുറേയൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും അവസാനം കാണുന്ന പിക്ചർ ആഴ്ചയിൽ ഒരു തവണ അവർ കൂടി വന്നത് തന്നെ എന്തിനു വേണ്ടിയാ? അപ്പം മുറിക്കാൻ വേണ്ടിയാ. അപ്പൊ അതില് കർത്താവ് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ആഗ്രഹിച്ചൊരു കാര്യം എന്താ? ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോ കർത്താവിന്റെ മരണം നമ്മൾ മറന്നു കളയേണ്ട ഒരു കാര്യമായിട്ടാണോ കർത്താവ് എടുത്തേക്കുന്നത്? ആലോചിച്ചു, നമ്മള് ചിന്തിച്ചു നോക്കൂ. പൗലോസ് എഴുതി, നിങ്ങൾ സന്തോഷിക്കുവിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സദാ സന്തോഷിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും കൂടി നമ്മൾ ഒന്ന് സുബോധത്തോടെ ചിന്തിക്കുമ്പോൾ, ക്രിസ്ത്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സന്തോഷമല്ല. നമ്മുടെ കൺമുമ്പില് ഗലാത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയും, നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ ക്രൂശിതനായിട്ടുള്ള, വെറും ക്രിസ്തുവിനെ അല്ല, ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്ക്. നമുക്ക് അങ്ങനെ ആയിരിക്കണല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ കർത്താവായിരിക്കണം, ആണ്. ആ കർത്താവിന്റെ മരണത്തെ നമ്മൾ എപ്പോഴും വഹിച്ച് ഓർമ്മിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഒരു അറിവാണ് നമുക്ക് സന്തോഷം തരുന്നത്. കാരണം പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ വേറെ ഒരു നിർവാഹവും ഇല്ലാതിരുന്നുകൊണ്ട്. കാരണം ദൈവം നീതിമാനായിപ്പോയി, ശിക്ഷ വിധിച്ചു, മരണശിക്ഷ വിധിച്ചു. ഇനി അതിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരു മരണത്താലേ വീണ്ടെടുപ്പ് നടക്കൂ. അപ്പോ ഒഴികഴിവില്ലാതിരുന്നുകൊണ്ട് ദൈവം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മരിച്ചു. എന്നാൽ നമ്മുടെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇതല്ലാതെ വഴിയില്ലായിരുന്നു. നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നമുക്ക് സന്തോഷത്തിന് കാരണമാണ്, നമുക്ക് കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടാം. എന്നാൽ ദൈവം അതിന് കൊടുത്ത വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തു വേണം നമ്മൾ പോകാൻ. അല്ലാതെ ലോകത്തിൽ കാണുന്ന പോലെ പൊട്ടന്മാരെ പോലെ വിഡ്ഢികളെ പോലെ ചിരിക്കുന്ന ചിരിയല്ല, സന്തോഷമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് എന്താ പറയുന്നത്? പൗലോസ് പറയാ, നിന്റെ കണ്ണീരിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ. അപ്പൊ ഈ പൗലോസും തിമോത്തിയോസും ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇതൊന്നും ചിന്തിക്കാതെ വെറുതെ ഡാൻസ് കളിച്ച് പാട്ടുപാടി നടക്കുന്നവരായിരുന്നു. 2 തിമോത്തി ചാപ്റ്റർ 1 എടുക്കുമ്പോ, എന്നാൽ ഇന്ന് കാണുന്ന ക്രിസ്ത്യ ഗോളും ക്രിസ്ത്യാനിറ്റിയും ടീച്ചിങ്സും ടോട്ടലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുള്ള കാര്യമല്ല ഇത്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിലെ സന്തോഷം 2 തിമോത്തി 1 അതിന്റെ 3 തുടങ്ങിയെന്ന് വായിച്ചു പോകും. ഞാൻ എന്റെ പ്രാർത്ഥനകളിൽ സദാ നിന്നെ അനുസ്മരിക്കുമ്പോൾ, നിന്നെ എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിനെ അനുസ്മരിക്കുമ്പോൾ, എന്റെ പിതാക്കന്മാർ ചെയ്തു വന്ന പോലെ നിർമ്മല മനസാക്ഷിയോടെ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നിന്റെ കണ്ണീരിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ നിന്നെ ഒന്ന് കണ്ട് സന്തോഷപൂരിതനാകാൻ രാവും പകലും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതെ, പൗലോസ് ആൻഡ് തിമോത്തി അവര് കാണുമ്പോ അവരുടെ അവര് ഈ പൗലോസ് തന്നെ റിജോയ്സ് ഇൻ ദി ലോർഡ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പൗലോസ് റിജോയ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കാണുമ്പോ കണ്ണിൽ കൂടി എന്തായിരുന്നു? കണ്ണീരായിരുന്നു. കാരണം ക്രൂശിതനായിട്ടുള്ള കർത്താവ് അവരുടെ കൺമുമ്പില്, അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം കർത്താവിന് വേണ്ടി ജീവിക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, രാപകൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം, ലൂക്ക് ചാപ്റ്റർ 18, രാപകൽ തന്നോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണീര്. എന്നാല് ഈ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റിയിൽ കണ്ണീരിനെ കുറിച്ച് ആരും പറയില്ല, പഠിപ്പിക്കില്ല. റിജോയിസിങ് എന്ത് റിജോയിസിങ്? ഫൂളിഷ് റിജോയിസിങ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇത് റിജോയിസിങ്, വി ആർ ടു റിജോയിസ്. വൈ? വി ആർ സേവ്ഡ് ഫ്രം ദി ഹെൽ. അതിനുവേണ്ടി ദൈവം കൊടുത്ത വിലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാട്ട് ഷുഡ് കം ഔട്ട് ഈസ് കണ്ണീര്. തിമോത്തിയോസും പൗലോസും കണ്ടുമുട്ടുമ്പോ അവര് ഡാൻസ് കളിക്കുമായിരുന്നില്ല, അവരുടെ കണ്ണീന്ന് കണ്ണീരായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് കൈവെടിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇന്ന് ഈ കാണുന്ന പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കഥ മറന്നിട്ട് ആടുന്നവരാ. എന്താണ് അപ്പസ്തോലന്മാര് പഠിപ്പിച്ചത്, എന്താണ് നമ്മുടെ കൺമുമ്പിൽ ഉള്ളത്, എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതെല്ലാം മറന്നേക്കും. അപ്പൊ നമ്മൾ കർത്തൃമേശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഇത് കണ്ണീരാ കൊണ്ടുവരണ്ടേ, ദുഃഖമാണ് കൊണ്ടുവരണ്ടേ. കാരണം ഈ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ദൈവം ചെയ്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഈ ക്രൂശിനെ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റാൻ കർത്താവ് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദി ഓൺലി വേ. കാരണം ഇത് സ്നേഹത്തെ കാണിക്കാൻ വേണ്ടി ദൈവം ചെയ്ത്. സ്നേഹത്തിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ദൈവത്തിന്റെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വഴിയില്ലായിരുന്നു. അറ്റ് ദി സെയിം ഡേ നമ്മുടെ ജീവിതത്തില് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് എന്നും ഓർക്കണം, കർത്താവ് കൽപ്പിച്ചിരിക്കാല് ഇത് ഓർക്കണം. കർത്താവിനെ കുറിച്ച് നമുക്ക് എന്നും കണ്ണീരുണ്ടായിരിക്കണം, എന്നും വേദന ഉണ്ടായിരിക്കണം. കർത്താവ് തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോ എന്താ പറഞ്ഞു? നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട,
ഇനി കരയണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ കരയണം. അപ്പൊ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ണീരുണ്ട്. അല്ലെങ്കിൽ ഈ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് എന്ന കർത്താവ് ഇത് പറഞ്ഞ് പ്രീവിയസ് ഡേ ഓഫ് ഹിസ് ക്രൂസിഫിക്കേഷൻ. അത് നമ്മൾ കാണേണ്ട കാര്യം. കർത്താവ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾക്ക് സന്തോഷത്തിൽ നിറവുണ്ടാകാൻ വേണ്ടി. പക്ഷെ പറയുന്നത് എപ്പോഴാണ്? ദി നെക്സ്റ്റ് ഡേ ഹി വാസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്. അപ്പൊ ഈ ക്രിസ്ത്യൻ ലൈഫിൽ ഉണ്ടാകേണ്ട സന്തോഷം എന്ന് പറയുന്നത് അത് ലോകത്തിലെ സന്തോഷമോ ലോകത്തിന്റെ മെത്തേഡോ ഒന്നുമല്ല. ഇതൊരു ഒരു ഹോളി വേ ഓഫ് ലൈഫ്. കർത്താവിന്റെ മരണത്തെ കൺമുമ്പിൽ കണ്ട് ഈ ലോകത്തിലെ ഇമ്പങ്ങളിൽ നിന്ന്, കാരണം ഇപ്പൊ നമ്മുടെ അപ്പം മരിച്ചു കിടക്കുന്ന ദിവസം അല്ലെ അമ്മ മരിച്ചു കിടക്കുന്ന ദിവസം നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ബേസിസ് എന്ന് പറയുന്നത് കർത്താവിന്റെ മരണം. ആ മരണത്തിലുള്ള വിശ്വാസം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് we are rejoicing because we will meet our Lord one day. At the same time, we will shed tears because Lord suffered for us. ഒരു പാപി സഹിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനെയൊക്കെ അരിഞ്ഞരിഞ്ഞ് നുറുക്കി കൊല്ലേണ്ടവനാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ക്രൂവൽറ്റി ചെയ്യുമ്പോൾ. എന്നാൽ ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ലാത്ത കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ടുവരേണ്ടത് കണ്ണീരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ സന്തോഷിക്കുന്നു ബിക്കോസ് വി വിൽ മീറ്റ് അവർ ലോർഡ്. നമുക്ക് കണ്ണീരുണ്ട് ബിക്കോസ് അവർ ലോർഡ് സഫേർഡ് ഫോർ us. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ദൈവം നമുക്ക് തരും. സന്തോഷമുള്ള ജീവിതം തരും. സന്തോഷത്തിന്റെ കാരണം നമുക്ക് വൺ ഡേ വി വിൽ മീറ്റ് ഹിം. ഇതല്ലാതെ നമ്മൾ ഒരിക്കലും കർത്താവിനെ കാണില്ല. എന്താ പറയുന്നത്, ദൈവ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. സോ വി ക്യാൻ റിജോയ്സ്. അറ്റ് ദി സെയിം ടൈം നമുക്ക് കണ്ണീരുണ്ടായിരിക്കണം ബിക്കോസ് ലോർഡ് സഫേർഡ് ഫോർ us. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് ക്ഷമയാചിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ യോഗ്യരായിട്ട് കാണാൻ നമ്മുടെ ഏക യോഗ്യത കർത്താവിന്റെ മരണത്തിലുള്ള വിശ്വാസം, വേറെ ഒരു യോഗ്യത നമുക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു നിമിഷം നമ്മളെ ആത്മശോധന ചെയ്യാനായിട്ട് സമയമെടുക്കാം. സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു